ഹലോ. ചില്ല ടോക്കീസിന്റെ സീസൺ സെക്കൻഡ് എപ്പിസോഡ് ഫസ്റ്റ് ആണിത്. എല്ലാവർക്കും സീസൺ സെക്കൻഡിലേക്ക് സ്വാഗതം. ഹലോ. ഇന്ന് നമ്മുടെ കൂടെ ഒരു അടിപൊളിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വലിയൊരു മനുഷ്യനാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ബ്രഹ്മനായകം മഹാദേവൻ സർ എന്ന് പറയും. അപ്പം സാറെ പറ്റി രണ്ടു വാക്കുകൾ പറയാം. ഒരുപാട് പേർക്ക് അറിയലുണ്ടാവും ആരാണ് ബ്രഹ്മനായകം മഹാദേവൻ സർ എന്നത്. അപ്പം സാറെ പറ്റി കുറഞ്ഞ വാക്കുകളിലും പറയാം. സാറ് ഒരുപാട് NGOസിന്റെ ഫൗണ്ടറാണ്. അതേപോലെ സഹജീവനം എന്നുള്ള ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്, ഭൗതികമായ വെല്ലുവിളികൾ നേരിടുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് ട്രെയിനിങ് സെഷൻസ് എടുത്തു കൊടുക്കുന്ന ഒരു NGO ആണ്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടറാണ് സാറ്. പിന്നെ 2000 ഒരു യൂത്ത് അവാർഡ്, അതായത് 2000 ഒരു അടിപൊളിയായിട്ടുള്ളൊരു യൂത്ത് അവാർഡ് ഉണ്ട്. അതായത് വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക കാര്യങ്ങളിലൊക്കെ അടിപൊളിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവാർഡാണ്. അപ്പോൾ നാഷണൽ യൂത്ത് അവാർഡിന് 2000 സാറ് വിന്നറായിരുന്നു. അപ്പം ഇതേപോലെ ഒരുപാട് കാര്യങ്ങളിൽ സാറെ പറ്റി പറയാൻ, പിന്നെ അതിലുപരി NSS, പിന്നെ NSS ഉണ്ട്, NYK ഉണ്ട്, SPC ഉണ്ട്. ഇതിലുപരി ഒരുപാട് ക്ലബ്സിനൊക്കെ മോട്ടിവേഷണൽ സ്പീക്കറായിട്ടും ട്രെയിനറായിട്ടും ഓറിയന്റേഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സാറ് ചെല്ലാറുണ്ട്. അപ്പോൾ സാർ എത്തിയിട്ടുണ്ട്. ഹലോ സാർ, നമസ്കാരം. നമസ്കാരം. ഞാൻ പറയുന്നത് കേൾക്കാവോ സാർ? കേൾക്കാം, നന്നായിട്ട് കേൾക്കാം. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കാവോ? ഓ, കേൾക്കാം സാർ. കേൾക്കാം, സന്തോഷം. ഓക്കെ. അപ്പൊ സാറെ പറ്റി ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമായിരുന്നു. ഇനി സാറുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരുപാട് പേർക്ക് അറിയലുണ്ടാവും സാർ ആരാണ്, സാർ എന്തെല്ലാം ചെയ്യാറുള്ളത്, സാറിന്റെ പ്രവർത്തനങ്ങളൊക്കെ. എനിവേ, സാറിനെ പറ്റി ഒരു 5 മിനിറ്റ് സാറുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ സാറുടെ ഫാനായി പോകുന്നു. അപ്പോ സാറ് ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്കിങ്ങനെ സാവകാശം കാര്യങ്ങളിലേക്ക് കിടക്കാം. നമുക്കൊരു 1 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. കുറച്ച് പേരൂടെ ലൈവിനോട് ചേർന്നോട്ടെ, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സാർ. സാറിപ്പം വീട്ടിലാണോ ഉള്ളത്? വീട്ടിൽ തന്നെയാണ് ഉള്ളത്. വീട്ടിൽ തന്നെയാണ്. എന്താ പറയുക, അതും ഈ ജീവിതകാലത്തിനുള്ളിൽ ആദ്യമായി സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇത്രയും അടുപ്പിച്ച ദിവസം വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരിക. വീട്ടിലിരിക്കാന്നുള്ളത് വീട്ടിൽ തന്നെ മിക്കവാറും മാസത്തിൽ 3-4 പ്രാവശ്യം മാത്രമേ വീട്ടിൽ വരാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വീട്ടിൽ പക്ഷെ വീട്ടിൽ എന്തുകൊണ്ടുള്ള സംഭവം എന്ന് വെച്ചാല് നേരിട്ട് സഞ്ചരിച്ച് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോലും ഇപ്പൊ സഞ്ചരിച്ചെത്താൻ പറ്റുമെന്നുള്ളത് ഈ പുതിയ കാലത്തിന്റെ ഒരു കൗതുകമാണ്. ഈ മീറ്റിംഗ് പോലും വിചാരിക്കുമ്പോൾ ഒരു ലിങ്കിന്റെ ബലത്തിൽ എത്ര പേരെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതിന് വളരെ സന്തോഷമുള്ള. അത് വലിയൊരു കാര്യമാണ് സാറ് പറഞ്ഞത്. സാറ് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇതേ സമയം, ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മള് വീട്ടിലാണെങ്കിലും നമ്മൾ എവിടേക്കോ എത്തുന്നുണ്ട് വീട്ടിലിരുന്നിട്ട്. ഒരുപാട് എത്തുന്നുണ്ട്. ആദ്യത്തെ കുറച്ചു കാലത്ത് ഒരു പ്രഷർ ഭയങ്കരമായിട്ട്, എന്ന് വെച്ചാൽ പെട്ടെന്നല്ലേ സംഭവിക്കുന്നത്. ലോക്ക്ഡൌണിൽ നമ്മുടെ ജീവിതശീലങ്ങളിലൊന്നും ഇല്ലാത്ത സംഭവമാണല്ലോ. പിന്നെ അതിജീവിച്ചല്ലേ പറ്റൂ. നാച്ചുറലി ഓരോന്നൊക്കെ പിന്നെ അങ്ങനെ സംഭവിച്ചങ്ങനെ ചെയ്തോണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പതിയെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ബ്രഹ്മനായകം മഹാദേവൻ സാറാണ്. അപ്പം ഇത് ചില്ല ടോക്കീസ്, ഫയർഫ്ലൈസിന്റെ ചില്ല ടോക്കീസ് സീസൺ സെക്കൻഡ് എപ്പിസോഡ് ഫസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ സീസൺ സെക്കൻഡിലെ ഈ ഒരു സീസണിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, ഈ ഒരു മാസം നമ്മുടെ ഈ സീസൺ എന്ന് പറയുന്നത് ഈ ഒരു മാസമായിരിക്കും. ഈ ഒരു മാസം നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ലോക്ക്ഡൌൺ കാരണം, അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നില്ല, സ്കൂളിംഗ് എന്നുള്ളത് ഹോം സ്കൂളിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് കാരണം കുട്ടികൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് പേര് അത് കുഞ്ഞുങ്ങൾ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട് കാര്യം. അപ്പം ഈ ലോക്ക്ഡൌൺ എന്നുള്ളത് പലരുടെയും സർഗാത്മകത, അതായത് സ്കൂളിന്റെ ആ ഒരു ബിസി ലൈഫിൽ നിന്ന് മാറി നിന്നിട്ട് ടെക്സ്റ്റ് ബുക്കുകൾക്ക് പുറത്തുള്ള ഒരു ജീവിതത്തിലേക്ക് അവരെത്തിയ സമയത്ത് അവർക്കും സംഭവിച്ചിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്, കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളുണ്ട്. അപ്പം അതിനെ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ കുട്ടികൾക്ക് അത് ഇമ്പാക്ട് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ പ്ലസ് പിന്നെ സാറിനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. സാറിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് തീരില്ല. നമുക്ക് പതിയെ കിടക്കാം. മുസാഫി ചോദിക്കുന്ന അനുസരിച്ച് നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ തീർച്ചയായിട്ടും പറഞ്ഞ രസകരമായിച്ചാല് കുട്ടികൾ വീട്ടിലായി ലോക്ക്ഡൌൺ കാലത്തായപ്പോൾ അവർ കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ കാണുന്നു. ആക്ച്വലി ഈ മനുഷ്യൻ ക്രിയേറ്റീവ് ആണെന്ന്
കുഞ്ഞു നാള് മുതലേ വളരെ വളരെ ക്രിയേറ്റീവ് ആയിട്ട് തന്നെ എന്തുമാത്രം എന്തൂസിയാസ്റ്റിക് ആണെന്ന് അറിയോ ഈ മനുഷ്യനൊക്കെ. ഈ കുഞ്ഞു ഓക്കെ. കുട്ടികളുടെയൊക്കെ അവരുടെ എക്സ്പ്രഷൻ തന്നെ നമുക്ക് വെച്ചാൽ എപ്പോഴും എന്താ പറയാ ഒരു വിസ്മയത്തോടു കൂടി അതെന്താന്നൊരു ഒരു ഒരു ചോദ്യത്തോടു കൂടി അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാനും പറ്റത്തില്ലല്ലോ. അതെ എപ്പോഴും ക്യൂരിയസ് ആണ്. ഇപ്പൊ ഒരു വണ്ടി കിട്ടിയപ്പോൾ അതിനകത്ത് എന്താന്ന് ഇരിക്കണം നുള്ളിപ്പറിച്ച് നോക്കാം. നമ്മൾ അതിനെ നശിപ്പിക്കണമെന്ന് നമ്മൾ പറയുന്നത്, അല്ലാതെ അവനൊരു അതെ ഇല്ല. പിന്നെ കൈ കിട്ടുന്ന സംഗതികളെല്ലാം മുഴുവനും വെച്ചുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എന്താ പറയുക ശേഷി അവർക്കുണ്ട്. അങ്ങനെയുള്ള കൊച്ചിന് നമ്മൾ എല്ലാവരും കൂടി വീട്ടിൽ കയറി പോടാ എന്ന് പറഞ്ഞ് പഠിക്കാൻ ഇരുത്തി അവന് 15 വർഷം കൊണ്ട് ഇല്ലാതാക്കി എടുക്കും. ഇപ്പോഴത്തെ സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത്രയും നീണ്ട ഒരു വെക്കേഷൻ കാലയളവ് അല്ലെങ്കിൽ നീണ്ട വെക്കേഷൻ കാലയളവ് തുടങ്ങുമ്പോൾ എന്താ പറയുക, എങ്ങനെയെങ്കിലും ഈ ഒരു അവധിക്കാലം തീർന്നു കിട്ടിയാൽ മതി, സ്കൂൾ തുറന്നാലും പറയുന്നത്. ഇത് ഇത്രയും നീണ്ട ഒരു കാലയളവ് കുട്ടികൾ വീട്ടിൽ നിന്ന് കിട്ടിയത് ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ ഈ എത്രയെല്ലാം അതെ പഠിക്കാൻ അതെ പറഞ്ഞാൽ പഠിത്തത്തിനൊക്കെ ഒരു പരിമിതിയുണ്ട്. പിന്നെ അതെ നേരത്തെ അതെ നമ്മൾ ഈ ഫോൺ തൊടുമ്പോൾ നമ്മൾ വഴക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫോൺ എടുത്ത് വെച്ച് പഠിക്കടാ എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ മാറാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഫ്രീ ടൈം കുറെ കിട്ടി. പിന്നെ നമ്മളെക്കാളും കുറച്ചുകൂടി വേഗത്തിൽ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ആക്സസ് ചെയ്യാൻ മിടുക്കം വരും. അതെ അതെ പിള്ളേർ പൊളിയാണ് എന്നുവെച്ചാൽ എന്തെല്ലാം ഓക്കെ. സംഗതികൾ പിള്ളേര് ഉണ്ടായിരുന്നു. പൊളിയാണ്. അപ്പൊ ഈ സാഹചര്യം എല്ലാം ഒരുങ്ങി വന്നപ്പോ ഞാൻ അതിന് പോസിറ്റീവായിട്ട് തന്നെ പറയാം കേട്ടോ. കുറച്ചുകൂടി ഓക്കെ. ഫ്രീ ആയിട്ട് കുട്ടികൾ സ്കൂളിന്റെ പ്രഷർ മാറി, അത് ഓൺലൈൻ പ്രഷറായിട്ട് കുറച്ച് മാറി. പക്ഷെ എന്നാലും കൃത്യമായ സമയങ്ങളിൽ നല്ല ഇടപെടലുകൾ ഉണ്ടായത് കൊണ്ട് അത്ര കുഞ്ഞുങ്ങളത് ബാധിച്ചില്ല. അപ്പൊ ഫ്രീ ആയി കുട്ടികൾ ഫ്രീ ഓക്കെ. ആയി, മൈൻഡ് ഫ്രീ ആയി, ഹോംവർക്കിന്റെ എല്ലാം കണ്ണുരുട്ടിലില്ല, രാവിലെ എഴുന്നേറ്റ് തല കുറച്ച് പോകേണ്ട തിരക്കില്ല. ഓൺലൈൻ്റെ ഒരു ഗുണം എന്നറിയാമോ? ഇപ്പൊ എനിക്കറിയാം ഒരു 8:09 അല്ലെങ്കിൽ ഇപ്പൊ 9:15, ഇപ്പൊ പല സ്കൂളിലും തുടങ്ങുന്ന 8:15 9 മണിക്കൊക്കെയാണ്. 9 മണിക്ക് സ്കൂളിൽ കയറാൻ 5:30 മണിക്ക് എഴുന്നേറ്റ് 6:30 മണിക്ക് ഉറക്കം തൂങ്ങി കഴിക്കാതെ ഇരുന്ന് വണ്ടി തൂങ്ങിപ്പോയ കുട്ടികളൊക്കെ ഉണ്ട്. ഓക്കെ, കാര്യം വണ്ടി കറങ്ങിയൊക്കെ പോകുന്നത് കൊണ്ട് നേരത്തെ കയറണം. 8:30 അവൻ അതെ എത്തിയിട്ട് പിന്നെ എന്താ പറയുക ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്ന കുട്ടി ഇപ്പൊ ഓൺലൈൻ ഗുണം 10 മണിക്ക് അല്ലെങ്കിൽ 9:30 മണിക്ക് ഉറക്കം പയ്യുന്നവരെ എഴുന്നേറ്റ് മിടുക്കനായിട്ട് വന്നിരിക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ. അപ്പൊ ഈ ഓട്ടത്തിന്റെ പ്രഷർ കുറഞ്ഞു. അത്യാവശ്യം ഇതിന്റെ സംഗതിയെല്ലാം കുറഞ്ഞു. പഠിക്കേണ്ട കാര്യങ്ങൾ അത്യാവശ്യം ഓൺലൈനിൽ കൂടിയാണെങ്കിൽ പഠിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും അതെ ചെയ്യുന്നത്. കുട്ടികൾക്കത് ഇതിന്റെ കൂടെയാണ് അതെ അതെ മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടായത്. അവസരം പിന്നെ കിട്ടുന്നത്. അതെ അതെ കിട്ടി. പിന്നെ ഓൺലൈൻ ആക്സസ് കിട്ടിയപ്പോഴത്തേക്കും ഈ യൂട്യൂബിലും ഇതുപോലെ എല്ലാ സാധനത്തിനും യുവമാർക്കെന്ന് പറഞ്ഞാൽ ഈ ഡു ഇറ്റ് യുവർ സെൽഫ് പോലുള്ള 100 കൂട്ടം കാര്യങ്ങൾ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ഓൾറെഡി ഈ ഓക്കെ. മക്കൾക്ക് എന്തൊക്കെ ചെയ്യാനുള്ള ഒരു ശേഷിയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ യൂട്യൂബ് നമ്മൾ മറന്നു കാണില്ല, ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവൂല. ശരിയാവില്ല. അത് അതെ ആ അതൊക്കെ സംഗതി വലിയ എക്സാമ്പിൾ ആണ്. വലിയ എക്സാമ്പിൾസ് ആണ്. പിന്നെ ഇടയ്ക്ക് വീട്ടിൽ സംസാരിക്കാൻ പോകുന്നവന് പിറകെ ഒരു അടി കിട്ടുന്ന ഒരു ഇതൊക്കെ നമ്മൾ ചിരിച്ചു പോയ കാര്യങ്ങളാണ്. അതെ അതെ അപ്പൊ ഇവൻ അനുകരിക്കുന്നു, അവൻ നമ്മുടെ എന്താ പറയുക ഈ ഓൺലൈനിൽ വന്ന ടീച്ചർമാരെ അനുകരിക്കുന്നു, ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നു. പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ വെരി ഗുഡ് പറയുന്നു, ലൈക്ക് പറയുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ ഇതിൽ വരുന്ന ഓരോ ലൈക്കും ഓരോ കമന്റ് ശരിക്കും നന്നായി എന്ന് പറയാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ. അതെ ഞാൻ അതെ അതെ പോസിറ്റീവായിട്ട് കാണുന്നു കേട്ടോ കുറെയൊക്കെ. ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും. സാർ ഇപ്പം തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് ഒരു സൂചന കൊടുത്തപ്പോ തന്നെ സാർക്ക് ഒരുപാട് പറയാനുണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പോ സാർ ഞാൻ കാരണം സാർ ആരാണ് എന്നുള്ളത് പലർക്കും ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നവരുണ്ട്, അറിയാത്തവരും കുറഞ്ഞിട്ടുണ്ടാവാം. ഇപ്പൊ സാർ ആരാണ് എന്നുള്ള കാര്യം സാർ ഇപ്പൊ എനിക്ക് തോന്നുന്നു സഹജീവനം എന്നുള്ള ഒരു NGO സാർ ഫൗണ്ട് ചെയ്തു. അതൊരു കുടുംബം അതുപോലെ ഒരു കുടുംബം നിർമ്മിച്ചു സാർ. അപ്പൊ ഇതേപോലെ സാറിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയും കുഞ്ഞായിട്ട് സാറിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ചുരുക്കി ഒരു പറയാൻ ചുരുക്കിയിട്ട് ഇച്ചിരി കാര്യങ്ങൾ ഷെയർ ചെയ്യും. ഓക്കെ ശരിക്കും ഓക്കെ നാഷണൽ സർവീസ് സ്കീം എന്ന പ്രസ്ഥാനത്തിൽ ജനിച്ചു വീണു എന്ന് അവകാശപ്പെടുന്ന ഒരാളാണ് ഞാൻ. മറ്റെന്തോ രീതിയിൽ ജീവിതം വഴിമാറി പോകുമായിരുന്നു ഞാൻ. നാഷണൽ സർവീസ് സ്കീമിൽ വന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിന് വേറൊരു കാഴ്ച സമ്മാനിച്ചത്. അതും ഒരു മെമ്പർ ആവണം എന്ന് പോലും വിചാരിക്കാതെ ഒരു ക്യാമ്പിലോട്ട് നേരിട്ട് കോളേജ് യൂണിയന്റെ ഒരു ചേട്ടൻ പിടിച്ചിട്ടത് കൊണ്ട് മാത്രം ഞാനൊരു വോളണ്ടിയർ ആയിട്ട് മാറി. അവിടുന്ന് ലൈഫ് മുഴുവൻ ചേഞ്ച് ആയി. പിന്നെ നാഷണൽ സർവീസ് സ്കീമിന്റെ ലൈഫ് നിലയിൽ തന്നെ ഒരു വർക്കിന്റെ ഭാഗമായി ഒരു സ്പെഷ്യൽ കുട്ടികളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് അവിടുത്തെ ജീവിതാവസ്ഥകൾ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ നിന്ന് പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷനിലോട്ട് വന്നു. പിന്നെ ശേഷിയുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ കൂടെ ജീവിക്കാനായിട്ട് ജീവിതം തിരഞ്ഞെടുക്കപ്പെട്ടു. അത് വലിയ സംഭവമല്ല, അത് എന്താ പറയുക കൗതുകം കൊണ്ട് എല്ലാ ജീവിതത്തിൽ കൗതുകം കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. കൗതുകത്തിന്റെ പേരിലാണ് ആ ഫീൽഡിൽ എത്തിയത്. അവിടെ നിന്ന് പിന്നെ തുടങ്ങി സഹജീവൻ അങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നെ സഹജീവന്റെ ഭാഗമായി ആ കുട്ടികളും സഹജീവന്റെ ജീവിതമാണ് പിന്നെ ലോകത്ത് എനിക്ക് എല്ലാം സമ്മാനിച്ചത്. അതുമായി ബന്ധപ്പെട്ട് വേറെ പ്രസ്ഥാനങ്ങളിൽ ബന്ധപ്പെടാൻ അവസരമുണ്ട്. ഇപ്പൊ പുള്ളി ഏറ്റവും അവസാനം ഇതുപോലെ ഇന്നലെ ഒരു വലിയൊരു പ്രോഗ്രാം കഴിഞ്ഞതേ ഉള്ളൂ, സൈക്ലോത്സവം എന്നൊരു പ്രോഗ്രാം. അത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ സൈക്കിൾ ബ്രിഗേഡിന്റെ ഞാനൊരു കാഴ്ചക്കാരനാണ്. ഇവരെല്ലാം വിളിക്കും,
ഇതുപോലെ എന്തെല്ലാം പ്രോഗ്രാം വരുമ്പോൾ ഒരു ഭാഗമായി അവരോടൊപ്പം നിന്ന് സംഘടിപ്പിക്കുവാനും നമ്മളൊന്നും ചെയ്യാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ മറ്റുള്ള കൂടെ ഇരുന്നിട്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂടെ രണ്ട് വാക്കെല്ലാം പറഞ്ഞ് അവരോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ആ നിൽക്കുന്നതിന് ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. ശരിക്കും ചെന്നപ്പെട്ട എല്ലാ പ്രസ്ഥാനങ്ങളും ഇപ്പൊ NS പോലും ഞാൻ ക്യാമ്പ് എടുക്കാൻ പോകുന്നത് കൗതുകത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. അവിടെ പോയി ഓരോ വർഷം കഴിയുന്നതോറും കുട്ടികൾ പുതിയ പുതിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു, ആ കൗതുകങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ വിജയ് സാറിന്റെ അനുഗ്രഹം കൊണ്ട് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിലെ കുറെ മക്കളുമായിട്ട് മിണ്ടാനുള്ള അവസരം ഉണ്ടായി. പിന്നെ അധ്യാപകരോട് ഇങ്ങനെ മിണ്ടിക്കൊണ്ടേയിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഭിന്നശേഷിയുള്ള പ്രത്യേകിച്ച് ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളോടൊപ്പമാണ് ജീവിതം. അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സ്കൂളുകളുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ സ്പെഷ്യൽ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ വന്നിട്ട് പോകുന്നു. ഓക്കെ. അപ്പൊ സാറ് പറഞ്ഞതിന്റെ ഒരു പൊരുൾ എന്ന് പറഞ്ഞാല്, സാറ് തുടക്കത്തിൽ പറഞ്ഞത് സാറിന്റെ ഒരു കൗതുകത്തിന്റെ പേരിലാണ് സാർ ഈ ഇതിലേക്ക് എത്തിപ്പെട്ടത്, അല്ലാണ്ട് ഒരുപാട് പഠിച്ചിട്ട് ഇതിലേക്ക് എത്തിയത് അതല്ല. സാറിന്റെ കൗതുകം ഇതാണെന്ന് സാർ തിരിച്ചറിഞ്ഞു, അങ്ങനെ സാർ ഇതിലേക്ക് എത്തിയതാണെന്ന് പറഞ്ഞില്ലേ? ഓക്കെ, സൂപ്പർ. ഇതേപോലെ സാറിപ്പോ സഹജീവനത്തിനെ പറ്റിയിട്ട് 2-3 വാക്കുകൾ പറഞ്ഞു. അപ്പൊ സഹജീവനം ഇവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യാറ്? ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് അവർക്ക് പിന്നെ ശിശുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവിടെ ശരിക്കും നമ്മൾ സഹജീവൻ ഒരു കുടുംബം എന്നാണ് നമ്മൾ പറയുന്നത്. ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാഷണൽ സർവീസ് സ്കീമിൽ മുമ്പ് പ്രവർത്തിച്ചിരുന്ന കുറേ ആൾക്കാർ അവരുടെ കൂട്ടായ്മയിൽ നിന്നാണ് ഈ സ്കൂളുകൾ തുടങ്ങുന്നത്. ശരിക്കും ഇപ്പോൾ ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, നാഷണൽ സർവീസ് സ്കീമിലെ മെമ്പറായിരുന്നു. അവിടെ നിന്ന് മറ്റേ ഒരു ഇൻസിഡന്റ് ഒരു വിസിറ്റ് കൊണ്ട് ലൈഫ് മാറി. പല കോളേജുകളിലും ഉള്ള ഒരു കൂട്ടായ്മ, ഒരു സൗഹൃദത്തിന്റെ ഒരു കൂട്ടായ്മ എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ സ്റ്റേറ്റ് ക്യാമ്പ്, നാഷണൽ ക്യാമ്പിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഓരോ ആൾക്കാർ, അങ്ങനെ 8 പേര്. നമ്മൾ ഈ കോളേജിൽ നിന്നൊക്കെ വൈകുന്നേരം തുടങ്ങി നമ്മൾ മ്യൂസിയത്തൊക്കെ പോയി ഒരുമിച്ച് കയറുന്ന കഥകളൊക്കെ സംസാരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതിനിടയ്ക്കാണ് എന്റെ ഈ ഒരു സ്പെഷ്യൽ സ്കൂളിൽ ഒരു അനുഭവം അത്രയേ ഉള്ളൂ. അത് ഒരുപാട് തന്നെ പറഞ്ഞതുകൊണ്ട് ആവർത്തനം കണ്ടെന്ന്. പിന്നെ ഇത് ഇവിടെ കേൾക്കുന്ന കുറച്ച് പുതിയ ആൾക്കാരെങ്കിലും ഉണ്ടാവും. വെറുതെ ഒരു പെർമിഷന് വേണ്ടി അവിടെ ചെന്ന് കയറുമ്പോൾ അവിടെ സ്വന്തം കൈ കടിച്ചു മുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ ദൃശ്യമാണ് ലൈഫിൽ മാറ്റിയത്. അപ്പൊ അത് ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അത് എങ്ങനെ ബാധിച്ചു എന്നുള്ളത് പിന്നെയൊക്കെയാണ് അത് മനസ്സിലാവേണ്ടത്. അപ്പൊ ഈ കൂട്ടുകാരുടെ അടുത്തേക്ക് വന്ന് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഇവരൊക്കെ തന്ന ഒരു സപ്പോർട്ടാണ് ഈ ഫീൽഡിലോട്ട് തന്നെ വരാനായിട്ട് കാരണം. അപ്പൊ അവിടെ നിന്ന് ആ സ്കൂളിന്റെ യാത്ര ആരംഭിക്കുന്നു. വർക്ക് ചെയ്യുന്ന ആൾക്കാരും എപ്പോഴേക്കും നാഷണൽ സർവീസിന്റെ ഭാഗമായിരുന്ന ആൾക്കാരാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായത്. പിന്നെ അന്നോളം ഇന്നോളം NSSമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആരൊക്കെയോ അവിടെ വന്നു പോകുന്നുണ്ട്, ടൈം സ്പെൻഡ് ചെയ്യാൻ വരുന്നുണ്ട്. അവിടെ ഇത്രയേ ഉള്ളൂ, വേറെ ഒരു സംഭവം അവിടെ നടക്കുന്നില്ല. അവസരം നൽകുക, ആരും എന്തുമായി തീരും. ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ പിടിച്ച പാഠമാണ്. പിന്നെ എനിക്ക് കിട്ടിയ അവസരങ്ങളാണ് ഞാൻ എന്തെങ്കിലും ആയി തീരാനായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ളത്. അതേപോലുള്ള അവസരങ്ങൾ പിന്നെ ശിക്ഷയുള്ള കുട്ടികൾ കൊടുക്കുന്നു. അവരുടെ ഡിസബിലിറ്റി അല്ല അവിടെ കാണുന്നത്, എബിലിറ്റിയാണ് കാണുന്നത്. ആ എബിലിറ്റി ഫോക്കസ് ചെയ്തുകൊണ്ട് അത് വഴി എന്തെല്ലാം സാധ്യതകൾ കണ്ടെത്താൻ പറ്റും എന്നുള്ളത് കണ്ടുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളെയും ഈ കുട്ടികൾ ഈ അവസ്ഥയായി പോയി എന്നൊരു കാരണം കൊണ്ട് മാറ്റി തന്നത് എല്ലാം ക്രിയേറ്റ് ചെയ്യും. അതിൽ കൂടി ഈ കുഞ്ഞുങ്ങളെ കടത്തിവിടുന്നു. അവർ പലതും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഡാൻസ്, പാട്ടും, സ്പോർട്സ് ഒക്കെ അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് അവിടുത്തെ പ്രത്യേകത. ഓക്കെ, മെയിനായിട്ട് അത്രേ ഉള്ളൂ. പ്രായപരിധി ഇല്ല. ഏത് പ്രായത്തിലുള്ളവർക്ക് അവിടെ വരെ അവരുടെ രക്ഷിതാക്കളുടെ പങ്കാളിത്തമുണ്ട്. സ്കൂളിന്റെ മാനേജ്മെന്റ് കൗൺസിലിൽ പോലും ഈ രക്ഷിതാക്കളുടെയും ഈ ഇവരുടെ എല്ലാം പങ്കാളിത്തത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എത്ര പേര് ഇപ്പൊ അവിടെ റെസിഡൻസ്? സ്കൂള് താമസമില്ല, അവിടെ വന്നു പോകും. താമസമില്ല, വന്നു പോകും, ഡെയിലി വന്നു വന്നു. ഏറ്റവും അവസാനത്തൊരു 89ഓളം പേര്. ഇപ്പൊ ഈ കോവിഡ് കാലഘട്ടം മതി എന്തൊക്കെയായി എന്നുള്ളത് ഇപ്പോഴും അറിയത്തില്ല. 89 പേര് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് നേരിട്ട്. അതല്ലാതെ എത്രയോ കുഞ്ഞുങ്ങൾ കമ്മ്യൂണിറ്റിയിൽ തെറാപ്പി തുടങ്ങി മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വന്നു പോകുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് വീട്ടിൽ വരാൻ പറ്റില്ല, അപ്പൊ അവിടെ ചെന്ന് കാണുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള മുന്നോട്ട് പോയി സഞ്ചരിക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഇത് 20 വർഷത്തോളായും തോന്നുന്നു അല്ലേ ഉറപ്പായിട്ടും. ഇത് എന്തെല്ലാം കരുതി വെച്ചൊരു വർഷമായിരുന്നു അറിയാമോ? സഹജീവൻ 20 വർഷമാണ്. കാര്യം സഹജീവൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2000-ലാണ്, 2000-ലാണ് സഹജീവൻ എന്ന ഗ്രൂപ്പ് ഫോമലായിട്ട് ഓഗസ്റ്റ് 9-ാം തീയതിയാണ് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ നാഷണൽ സർവീസ് സ്കീമിന്റെ 50-ാമത്തെ വർഷമായിരുന്നു. അത് കഴിഞ്ഞ് 59 നമ്മൾ കയറിയിട്ടേ ഉള്ളൂ. മഹാത്മാഗാന്ധിയുടെ 150-ാമത്തെ വർഷത്തിന്റെ ആലയങ്ങൾ ഇതെല്ലാം കൂട്ടി ഒത്തിരി. പിന്നെ NSS നമ്മളെ പോലെ തന്നെ നാഷണൽ സർവീസ് സ്കീമിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഇതേപോലെ കൂട്ടായ്മകളൊക്കെ നിർമ്മിച്ച് എത്രയോ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുടെ എല്ലാം കൂട്ടുകയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ മുഴുവൻ ജനത്തെയും ഇതുപോലെ ചതുരക്കള്ളിക്കുള്ളിലാക്കി കളഞ്ഞു ഈ കാലഘട്ടം. അപ്പൊ അതിനെ നമ്മൾ അതിജീവിക്കുകയാണ് കേട്ടോ. നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല. ഉള്ള പരിമിതി അതിജീവിച്ച് കൊണ്ട് സൈക്കിളോത്സവം പോലും, സൈക്കിൾ ഓൺലൈനിൽ ഓടിച്ച് വരെ പ്രോഗ്രാം. അതിന് പ്രകാശ് ജി എന്നൊക്കെ പറഞ്ഞൊരു മഹാനൊക്കെ ഇവിടെ ഉണ്ട്. തിരുവനന്തപുരത്ത് വലിയ പ്രതിഭകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതുപോലെ ഒരുപാട് പേരുടെയൊക്കെ ഇടപെടലുകൾ ഉള്ളത് കൊണ്ട് കലോത്സവം നടക്കുന്നു. നാഷണൽ സർവീസ് സ്കീമിന്റെ ഓഗസ്റ്റ് 15 ഒരു ക്യാമ്പിനെ ഞെട്ടിച്ച് കളഞ്ഞു. ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടക്കുന്നത് 6-7 മണിക്ക് ഈ ഓൺലൈനിലാണ്.
അനിമേഷനിൽ ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടക്കുന്നു. 3 ദിവസത്തെ ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പ് കോഴിക്കോട് ഒരു യൂണിറ്റ്, തിരുവനന്തപുരത്ത് ഒരു NSS യൂണിറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ചെയ്ത് കാണിച്ചു തന്നു. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഓൺലൈൻ ഒരു ക്യാമ്പ് ചെയ്യാന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണ്. 1 മണിക്കൂർ കുട്ടികൾ വരുന്നു, അത് കഴിഞ്ഞ് 1 മണിക്കൂർ ആക്ടിവിറ്റിക്ക് പോകുന്നു. ഇതിനകത്ത് സർവേ നടത്തി പ്രോഗ്രാം ചെയ്ത് അതിജീവിച്ച സംഭവങ്ങൾ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിജീവിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ സാറ് NSSനെ പറ്റി പറഞ്ഞു, ഇങ്ങനെ ക്യാമ്പിങ്ങിനെ പറ്റിട്ട്, അതായത് NSSന് ഓറിയന്റേഷൻ കൊടുക്കുന്ന സമയത്ത്, SPCക്ക് ഓറിയന്റേഷൻ കൊടുക്കുന്ന സമയത്തൊക്കെ അതിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത് സാറിന്റെ ഒരു ടോക്കിൽ ഞാൻ കേട്ടു. ഈ ക്യാമ്പിങ്, അതായത് ക്യാമ്പ് ചെയ്യാന്ന് പറയുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ലൈക്ക് എന്താ, പല ഫീൽഡിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ പല ചിന്താഗതിയുള്ള ആൾക്കാർ ഒരു NSSന്റെ ഒരു കൊടിക്ക് കീഴിൽ ഇരുന്നിട്ട് ഒരു പ്ലേറ്റിൽ നിന്ന് കപ്പ ഷെയർ ചെയ്യുന്ന ഒരു മൊമെന്റ് എന്നൊക്കെ പറയുന്നുണ്ട് സാർ. അത് ഭയങ്കര ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഡിഗ്രി കാലഘട്ടത്തില്. അപ്പൊ അത് ഭയങ്കര ഫീലാണ്. അപ്പൊ ഈ പിന്നെ വേറെ കാര്യം, സാറിന്റെ ഒരു ഭയങ്കര ഫാനായിട്ടുള്ള ഒരു ലേഡി സുഹാന എന്ന് പറയും, ഇവിടെ ഉണ്ടാവും. അപ്പൊ അവള് പറഞ്ഞിട്ടുണ്ട് സാറുടെ മക്കളാണ് ജീവിതത്തിൽ ക്യാമ്പിങ് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ക്യാമ്പിങ്ങിന് പോകാൻ 3 മാസം ആകുന്ന സമയത്ത് തന്നെ NSS, അതെ, ക്യാമ്പിങ്ങിന് അറ്റയാൻ ഭാഗ്യം ലഭിച്ച കുരുന്നുകളാണ്. അപ്പോ ഈ ക്യാമ്പിങ്ങിന് എത്രമാത്രം നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു NSSല് എന്താണ് ഈ ക്യാമ്പ്, ഈ ഒരു 7 days ക്യാമ്പോ അല്ലെങ്കിൽ 20 day ക്യാമ്പോ റെസിഡൻസ് ക്യാമ്പ് എന്താണ് അവർക്ക് ജീവിതത്തിൽ പകർന്നു കൊടുക്കുന്ന ഒരു പോസിറ്റീവ് ആസ്പെക്ട്? സത്യം, ഈ NSSല് പങ്കെടുത്തു കഴിഞ്ഞാല് ബാക്കി നമ്മൾ ഈ കോളേജ് കാലയളവിൽ ബാക്കി എന്തെല്ലാം മറന്നു പോയാലും ഒരു NSS ക്യാമ്പിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും. കൂടെ ജീവിക്കുവാനും നമ്മളെ പഠിപ്പിക്കുന്നത് NSS ക്യാമ്പുകളിലെ ജീവിതമാണ്. ക്യാമ്പ് ലൈഫ് പൊതുവെ, NSS എന്നല്ല, ക്യാമ്പ് ലൈഫ് പൊതുവെ നമ്മുടെ വീട്ടിലൊക്കെ ഓരോ കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് വിചാരിക്കുന്ന എല്ലാം നടക്കും. വിചാരിക്കുന്ന മുറിയിൽ ഉറങ്ങും, വിചാരിക്കുന്ന ഭക്ഷണം കഴിക്കും, ഡൈനിങ് ടേബിളിൽ പോലും സ്വന്തം കസേര കണ്ടെത്തി ഒരു പേഴ്സണൽ സോണൊക്കെ ഒരുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. സ്വന്തം വീട്ടിൽ പോലും പേഴ്സണൽ സോണുകളില്ലേ? വീട്ടിൽ 5 ബാത്റൂം ഉണ്ടെങ്കിൽ പോലും സ്ഥിരമായി ഒരു ബാത്റൂമിൽ തന്നെ പോകുന്ന ചില ശീലങ്ങളില്ല. സ്ഥലത്ത് ഇരിക്കുകയുള്ളൂ, പ്രത്യേകിച്ച് വിചാരിക്കുന്ന ഫുഡ് കിട്ടാൻ, പിന്നെ വിചാരിക്കുന്ന സമയത്ത് ഉറങ്ങും. എന്തെല്ലാം ശീലങ്ങളാണ് പൊളിച്ചടുക്കും കേട്ടോ ഈ സംഗതികളെല്ലാം ഈ ക്യാമ്പിലെത്തി കഴിയുമ്പോൾ. കൂട്ടത്തിൽ വരുന്നു, പൊരുത്തപ്പെടാണ് അവിടെ പഠിക്കുന്നത്. അവിടെ ഇഷ്ടമുള്ള പലതും നമുക്ക് കിട്ടാതെ പോകും. ഇഷ്ടമില്ലാത്ത പല സംഗതികളും നമുക്ക് ഈ ഗ്രൂപ്പിന്റെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ ശീലിക്കാൻ തുടങ്ങും. ആദ്യത്തെ 1-2 ദിവസം മാത്രമേ ഈ പൊരുത്തപ്പെടലിന്റെ പ്രയാസമുള്ളൂ. പിന്നെ കയറി കഴിഞ്ഞാൽ പിന്നെ 7th day ഒക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ ഈ വട്ടം കൂടി വൈകുന്നേരം ഇവാലുവേഷൻ സമയത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ ക്യാമ്പ് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ഒരു രാത്രിയും കൂടി പറയുമ്പോൾ അതൊരു ഫീലാണ് കേട്ടോ, കരച്ചില് വരുന്നൊരു മൊമെന്റ്. ചില കുട്ടികൾ പറയും, സർ പ്ലീസ് സർ, ഒരു ദിവസമെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റും, പറ്റില്ല, ഞങ്ങൾ പൈസ തരാം സർ, ഫണ്ടൊന്നും പ്രശ്നം, ഞങ്ങൾ കാശിട്ട് ഇവിടെ ക്യാമ്പിൽ ഉണ്ടാവാം, അങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു ഫീൽ നമ്മുടെ ക്യാമ്പുകൾ കൊണ്ടെത്തിക്കാറുണ്ട്. അപ്പോഴാണ് ഈ ഈ ഏറ്റവും രസം ചില ക്യാമ്പിൽ നമ്മൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു പോകുന്ന പല സൗഹൃദങ്ങളും മാറാൻ സാധ്യതയുണ്ട്. ക്യാമ്പ് സമ്മാനിക്കുന്ന പുതിയ ബന്ധങ്ങളുണ്ട്. ചില റിയൽ മനുഷ്യനൊക്കെ നമ്മൾ ഈ പൊരുത്തപ്പെടേണ്ട അവസരത്തിലാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ക്യാമ്പുകളൊക്കെ സ്മൂത്ത് ആയിട്ടൊക്കെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിൽ പ്രാർത്ഥി, ഈശ്വര ഒട്ടും സ്മൂത്ത് ആയിട്ട് പോകരുത്. ക്യാമ്പ് ആകുമ്പോൾ പണി കിട്ടുന്ന ക്യാമ്പിൽ ഒരുപാട് പ്രോബ്ലംസ് സംഭവിക്കണം. ആ പ്രോബ്ലംസ് ഒക്കെ സംഭവിച്ച് അബദ്ധങ്ങൾ ഉണ്ടായി, കുഴപ്പങ്ങൾ ഉണ്ടായി, വെള്ളം ഇല്ലാതെയായി, എടുത്തു വെച്ച മാവ് ചീത്തയായി, ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനെ കൂട്ടം കൂടി അതിജീവിക്കുമ്പോൾ ചിലർ അപ്പോഴും കുറ്റം പറഞ്ഞോ നടക്കും, ചിലർക്ക് അതിനെ അതിജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഈ അവസരങ്ങളാണ് ശരിക്കും ഈ എന്താ പറയുക നമ്മൾ ഫേസ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. എത്രയോ ആൾക്കാരുടെ നമ്മൾ എന്താ പറയുക, വീട്ടിൽ പോലും വന്ന ഒരാൾ സംസാരിക്കുന്ന ശീലങ്ങളൊക്കെ പുതിയ കാലങ്ങളിൽ കുറെ കുറഞ്ഞു. ഇപ്പൊ ഗസ്റ്റ് വരുമ്പോൾ പതുക്കെ കുട്ടി എഴുന്നേറ്റ് മുറിക്കകത്ത് പോകുന്ന ശീലങ്ങളൊക്കെയാണ്. ഇവിടെ ഓരോ കമ്മിറ്റിയുടെ ഭാഗമായി അങ്ങനെയൊക്കെ പൊക്കോണ്ടിരുന്നവൻ നിൽക്കുന്നത് റിസപ്ഷൻ കമ്മിറ്റിയാണ്. അപ്പം വന്ന ഏത് ആളെ പോലും റിസീവ് ചെയ്ത് കൊണ്ടിരുത്താൻ പഠിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും പല ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അനുഭവിക്കുവാനും ശീലിക്കുവാനുമുള്ള ഒരു അവസരം ഉണ്ടാകുന്നു. കുറെ പേർ അത് ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുപോകുന്നു. ഇത് എവിടേക്കെന്ന് പറഞ്ഞാൽ ഒരു മിനിമം തലത്തിലുള്ള സംഘാടക മികവെങ്കിൽ കൊണ്ടുവരും. ജനാധിപത്യ ബോധം ഉണ്ടാകും. കാര്യം കൂട്ടം കൂടിയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മൾ പല ആൾക്കാർ ആലോചിക്കുന്നത്. അപ്പൊ 10 പേരുടെ ആലോചിക്കുമ്പോൾ 10 പേർ 10 ആശയങ്ങൾ പറയും. അപ്പൊ ആ അംഗീകാരങ്ങൾ കിട്ടുന്നു. ഏതൊരു അഭിപ്രായം പറയുമ്പോഴും മറ്റേ കുറച്ചുകൂടെ അംഗീകാരങ്ങൾ ഉണ്ടാകും. ടീമായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരുമിച്ചൊരു ടാസ്ക് ഫിനിഷ് ചെയ്യുന്നു, ഒരുമിച്ച് ആ സാധനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്നു. അതായത് കൂടെ ഉള്ളവനോടൊപ്പം ജീവിക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. കുടുംബത്തിൽ ഇപ്പൊ അച്ഛനും അമ്മയും 2 മക്കളേ ഉള്ളൂ. പല കുടുംബങ്ങളും ഒരുമിച്ച് കണ്ടുകൊണ്ടിരുന്നത് ഈ കോവിഡ് കാലത്ത് അതും പൊളിഞ്ഞു. ഓണത്തിന് മാത്രം കാണുന്ന ഇത് 3-ാം ഓണത്തിനും 4-ാം ഓണത്തിനും എല്ലാം വന്നിട്ട് ഈ ബന്ധുക്കളോടൊപ്പം ഇരിക്കുന്ന കുടുംബങ്ങൾ പോലും
ഈ വർഷം കാണാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഒറ്റ തുരുത്തായി ജീവിച്ചിരിക്കുന്ന ഒരുത്തിനാണ് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ചങ്ക് ബ്രോസും ചങ്ക് സിസും കൂടെ നിലവിളിച്ച് കരയും. അയ്യോ എത്ര പേരുടെ കൂടെ അവൻ ഫീൽ ചെയ്യുന്നറിയാം. പലരും പറയുന്ന വാക്ക് തന്നെ, എടോ ഈ നിന്നെ 2 വർഷം കൊണ്ട് ഞാൻ കോളേജിൽ കാണുവാണ്, ഈ കണ്ട പോലെയോ അല്ലല്ലോ പകലിൽ കാണുന്ന നല്ല ഇരുട്ടി കാണുമ്പോ. പകലിൽ കാണുന്നതിനെ ആയിരിക്കില്ല കൂടെ താമസിക്കുമ്പോ, കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോ, ഒരു ആവശ്യം പങ്കുവയ്ക്കാൻ, നമ്മൾ വീണ് ഒരു പനി പിടിച്ച് കിടക്കുമ്പോ നമ്മളെ സഹായിക്കുന്ന ചില മുഖങ്ങളൊക്കെ, പ്രതീക്ഷിക്കാത്ത മുഖങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് നമുക്കൊരു മുറിവ് പറ്റുമ്പോ അത് ഏറ്റവും ദിവസം ചില ക്യാമ്പുകൾ, എനിക്ക് 3 ക്യാമ്പുകളിൽ അപകടം സംഭവിച്ച മക്കളും ഉണ്ടായിട്ടുണ്ട്. ആ 3-ാം ദിവസം അപകടം സംഭവിച്ച അച്ഛനും അമ്മയെയും കൊണ്ടുപോകാൻ വരുമ്പോഴും ഇവൻ പോകാൻ സമ്മതിക്കുന്നില്ല. ഇവൻ ഇവിടുന്ന് തുടങ്ങുമ്പോൾ തന്നെ താഴെ വരെ പാസ് ചെയ്തിരിക്കുക. അപ്പൊ ബാക്കി ഫ്രണ്ട്സ് വിടുന്നില്ല. ഈ പകുതി വഴിക്ക് പോയി എങ്ങനെ ശരിയാകും? അപ്പൊ അവൻ ടോയ്ലറ്റ് ഞങ്ങൾ നോക്കിക്കോളാം, ബാക്കിയുള്ള 4 ദിവസവും ടോയ്ലറ്റ് കൊണ്ടുപോയി. ഇതൊക്കെയാണ് ഒരു കണ്ണസസിന്റെ ലൈഫ് എന്ന് പറഞ്ഞാല്. ടോയ്ലറ്റിൽ കൊണ്ടുപോയി അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവനെ വാഷ് ചെയ്ത് വരെ കൊണ്ട് അവിടെ ഇരുത്തുക, ഭക്ഷണം കൊടുക്കുക. ഏറ്റവും ബെസ്റ്റ് ഓട്ടോഗ്രാഫ് കൊണ്ടുപോയത് ആരാണെന്ന് അറിയാവോ? ഈ അവനാണ്. അവന്റെ കാലിലെ പ്ലാസ്റ്റർ മുഴുവനും നമ്മുടെ ചങ്കുകൾ പടം വരച്ച് ഒരു പെൺകുട്ടി പോലും അവന്റെ കാലിലുണ്ടായിരുന്നു. അപ്പോ ഈ സംഗതികളെല്ലാം കൊണ്ടാണ് ഇവൻ ഏറ്റവും വലിയ അവാർഡാണ്. ഈ കാലിൽ അമ്മ പറയും, ഞാൻ കൊന്നപ്പോൾ ഇത് പൊളിച്ചു മാറ്റി ഞാൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെ ഒരു സന്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ഇതും കൊണ്ട് നടക്കും, ഞാൻ തയ്യാറാണെന്നൊക്കെ പറയുന്ന മക്കളുടെയൊക്കെ കണ്ണുനീരുകൾ കണ്ട അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് പിന്നെ മാർക്കിന്റെ പേരിലൊക്കെ വന്നപ്പോ ഒരു അല്പം യാന്ത്രികമായി മാറി. പിന്നെ മാർക്ക് അത് ബേസ് ചെയ്തിട്ട് ഇപ്പൊ നിങ്ങൾ പങ്കെടുത്ത് ഇത്രയും മാർക്ക് കിട്ടും. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സമയങ്ങളിൽ മാർക്കില്ല, ആൾക്കാർ ഇങ്ങോട്ട് വരും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവന് ബോണസ് എടുത്ത് സർട്ടിഫിക്കറ്റ്, മാർക്കിന് വേണ്ടി മാത്രം വരാൻ തുടങ്ങുമ്പോൾ അങ്ങനെ കുറച്ച് പേര്. എൻറോൾമെന്റ് സമയത്ത് ജനപ്രവാഹമായിരിക്കും കേട്ടോ. എൻറോൾമെന്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെ വർക്കിനെന്നും പറഞ്ഞ ഒരു കുഞ്ഞിനെ കാണാത്ത അവസ്ഥയ്ക്ക് പിന്നെ ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെയാണ് ഈ ഓറിയന്റേഷൻ മുമ്പേ ഉള്ള തലമുറകൾ നിൽപ്പുണ്ടെങ്കിൽ സീനിയേഴ്സിന്റെ ജോലി അവരെല്ലാം നന്നായിട്ട് ഓറിയന്റ് ചെയ്ത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ സമഗ്രമായ പണിയാണ്. വൺസ് ഈ ട്രാക്കിൽ നമ്മുടെ മക്കൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വിളിച്ചാൽ അവൻ വരത്തൊന്നുമില്ല കേട്ടോ. അത് പിന്നെ അങ്ങ് കൊണ്ടുപോയിട്ടു. റിയൽ സ്പിരിറ്റ്. ഓക്കെ, അതാണ് ക്യാമ്പ് അല്ലെ? അത് ഫീൽ ആക്കി തന്നെ സാറ് പറഞ്ഞിട്ട് ഒരു ക്യാമ്പിന്റെ ഫീൽ കിട്ടി ഇപ്പൊ. പിന്നെ ഇപ്പൊ അപ്പൊ ഇത് സാറ് പറഞ്ഞ ഒരു വലിയ കാര്യമുണ്ട്. ക്യാമ്പിൽ നമുക്ക് കിട്ടുന്നത് അതായത് ഒരു സാമൂഹിക ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യൻ സാമൂഹിക ജീവിയായിരിക്കുമ്പോൾ മനുഷ്യന് വേണ്ട ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അതാണ് ആക്ച്വലി ക്യാമ്പ് തരുന്നത് അല്ലേ സാറേ? എനിക്ക് തോന്നുന്നു നമ്മുടെ യൂത്തിന് ഏറ്റവും കൂടുതൽ, ഇപ്പോഴത്തെ ഈ ഒരു പുതുതലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. അല്ല, പുതുതലമുറ ഉണ്ട്, അത് ഓൾറെഡി ഞാൻ പറഞ്ഞത് അവർക്ക് അത് പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ മുമ്പ് ക്ലാസ്സുകളിൽ പറയും, NS ക്യാമ്പിലൊക്കെ പറയുന്നത്. അപ്പൊ ഇടയ്ക്ക് ഡ്യൂറേഷൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ് പുതുകാലം മൊത്തം എഴുതുന്നത് ഞാൻ സമ്മതിക്കത്തില്ല, ഒരിക്കലും അവർ എഴുതിയിട്ട് നടന്നിട്ടില്ല. അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. 2018 തെളിച്ചില്ലേ നമ്മുടെ പിള്ളേരായാലും കൂടി. 2018 ആയാലും 19 ആയാലും ഇപ്പൊ ഈ കോവിഡ് കാലഘട്ടം പോലും എത്ര ചെറുപ്പക്കാരാണ് ഈ ഫ്രണ്ട് ലൈനിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാമോ? ഏതെല്ലാം സ്ഥലത്ത് അവർ ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തതിന്റെ സങ്കടം മാത്രമേ ഉള്ളൂ. പ്രളയത്തിൽ വെച്ച് 6 തെളിച്ച് അവരെ ഇറങ്ങി, വെള്ളത്തിലായാലും തോണിയിലായാലും മറ്റൊരു കൂടെ ചെന്നും പൊളിക്കാനും തകർക്കാനും ഒക്കെ ഒപ്പം ഉണ്ടായി. ഇതിപ്പം പുറത്തൊന്നും കാണാനില്ല. അപകടം എന്ന് വെച്ചാൽ ഇറങ്ങിയാലാണ് പ്രശ്നം. അടുത്തിരിക്കും നമ്മുടെ ചങ്കിന് തോളിൽ കയറ്റി കിടക്കുന്നതല്ലേ ഏറ്റവും വലിയ സുഖം. ഒന്ന് ആലോചിച്ചു, ഒന്ന് തോളിൽ കയറ്റി. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഇഷ്ടപ്പെട്ട ചങ്കിന്റെ കൂടെ ഒന്ന് തോളിൽ കഴിയിട്ട് ഒന്ന് നടന്ന് മുമ്പേ കാണുന്ന ഒരു കടയിലേക്ക് ഒന്ന് ചായയിലും കുറിച്ചൊന്ന് നടക്കും. ഇപ്പൊ ഇടയ്ക്ക് ചില സ്ഥലത്ത് കുറിപ്പുകളായി ഞാൻ കണ്ട സാധനമാണ് കേട്ടോ. ഇതിലപ്പുറം ഇഷ്ടമുള്ള കാര്യം വേറെ എന്താണുള്ളത്? അതാണ്. പക്ഷെ അങ്ങനെ ഇരുന്നു കൊണ്ട് അവർ ഇവിടെ ഇരുന്നു കൊണ്ട് എന്തൊക്കെ ചെയ്തു? മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ചെയ്തു. കുറച്ച് ഉപദ്രവങ്ങളൊക്കെ അറിയാതെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ചങ്കിനകത്ത് കുറച്ച് നിർദോഷികളായ അല്ലെങ്കിൽ കുറച്ച് മണ്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യുന്നു. അതും ഇതൊക്കെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഇടയ്ക്ക് കൗതുകത്തിന് വേണ്ടി ചാടിപ്പോയി, അതും കൗതുകമാണ് കേട്ടോ. രാത്രി ചാടിപ്പോയി മട്ടൻ കൂടിയൊക്കെ തിരിച്ചു വരെ 5 ദിവസം കഴിഞ്ഞ് കോവിഡ് പോസിറ്റീവായി. 15 ദിവസം കഴിഞ്ഞ് എല്ലാം റെഡിയായി കൺട്രോളായി ഞങ്ങൾ തിരിച്ചു വരുന്നു പറഞ്ഞ് നിൽക്കുകയാണ്. 8 ദിവസം കഴിഞ്ഞ് അമ്മ മരിച്ചു. അവന് കുഴപ്പമില്ലായിരുന്നു കേട്ടോ, പക്ഷെ അവന്റെ അമ്മ പോയി. അഭിപ്രായം സമ്മതിച്ചില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് സങ്കടങ്ങൾ ഈ കുട്ടികൾ ചെയ്യുന്നുണ്ട്. അതിൽ ബോധമില്ലാത്തതുകൊണ്ട് എവിടെയോ പറ്റുന്ന ചില സങ്കടം. അല്ലാതെ ബാക്കി എല്ലാ സ്ഥലത്തും യുവത്വം നന്നായിട്ട് തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പൊ ആക്ച്വലി കുടുംബങ്ങളെല്ലാം ഓരോ ക്യാമ്പുകളായിട്ട് മാറും. ആക്ച്വലി ശരിക്കും പറയുകയാണെങ്കിൽ കുടുംബവും ഓരോ ആൾക്കാരുടെ ജീവിതത്തിൽ ഇത്രയും തന്നെ കുടുംബത്തിൽ ഇരിക്കുന്ന ആദ്യമായിട്ടല്ലേ. അച്ഛനെയൊക്കെ ഇടയ്ക്ക് വരുന്ന അച്ഛനെയൊക്കെ പരിചയപ്പെട്ടപ്പോ പുള്ളി കൊള്ളാം കേട്ടോ, നല്ല ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന്റെ ഫോട്ടോ സംസാരിക്കാൻ പറ്റി, ഒപ്പം മിണ്ടാൻ പറ്റി. പുറത്ത് ബിസിനസ്സിൽ പോകാനില്ല, അപ്പൊ കൂടെ ഇരിക്കാൻ തുടങ്ങി. അപ്പൊ മുഖത്തോട് എത്ര നേരം ചുമ്മാ ഇരിക്കും, അങ്ങനെ മിണ്ടി തുടങ്ങി.
പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ക്ലാസ്സിലേക്ക് വന്നപ്പോഴത്തേക്കും പഴയ കഥകളൊക്കെ സംസാരിക്കുന്ന അച്ഛൻ്റെ ഒക്കെ പ്രണയ കഥകളൊക്കെ എന്താണൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇവരൊക്കെ ഇരുന്ന് കുട്ടിയൊക്കെ ഇരുന്ന് കുടുംബങ്ങൾ ഒറ്റം കൂടി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആക്ച്വലി വേറൊരു പല മിനി ക്യാമ്പുകൾ ഒരുപാട് സ്ഥലത്തുണ്ടായി. ബുദ്ധിമുട്ടുകൾ ഓക്കെ. പരസ്പരം പങ്കുവയ്ക്കാൻ തുടങ്ങി, മനസ്സിലാക്കലിന്റെ അവസരം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ആംഗിളിൽ ലോകം മാറി തുടങ്ങി. ഇങ്ങനെ കുറെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കാലയളവിൽ. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല കേട്ടോ. ഈ അവസരം ഉണ്ടെങ്കിൽ ഓക്കെ. നമ്മുടെ കുട്ടികൾ ഇറങ്ങി വരും എന്നുള്ള കാര്യത്തിൽ പിന്നെ ഈ എവിടെയെങ്കിലും വിഷമായിട്ടോ ബുദ്ധിമുട്ടോ കാണുന്നത് അത് നമ്മുടെ യുവജനങ്ങൾക്ക് മാത്രമല്ല, സമസ്ത മണ്ഡലത്തതുകൊണ്ടല്ലോ, എല്ലാ ഫീൽഡിലും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതാകുമ്പോൾ പിന്നെ ഒന്ന് എടുത്ത് കാണിക്കും. കാര്യം നമ്മൾ തലതെറിച്ചമാരെന്ന് പറയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് അപ്പുറം തലതെറിച്ചനായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അവൻ കാണിച്ചത് അന്ന് നെറ്റി വന്നില്ല, അന്ന് നെറ്റി ഇല്ല, ഇതുപോലുള്ള സാധനം ഒന്നും വന്നില്ല. നമ്മുടെ കുട്ടികൾ ചിലം വരുന്നു, പ്രചരണത്തിന് സാധ്യത കൂടുന്നു, അത്രയേ ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ കാലം എല്ലാ സമയം ഒന്ന് തന്നെ. അന്ന് പോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടപ്പോ ഈ കാലം കൈകാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ പറയുന്നുണ്ട്, അതിൽ യുവാവിനെ കണ്ടിട്ട് വർഷം 100 ഇപ്പോഴും അതേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി 10 വർഷം കഴിഞ്ഞ് ഇപ്പം അത് മുസാഫിലായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കണം, അതൊക്കെ ഒരു കാലം, ഇപ്പോഴത്തെ പിള്ളേർ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാത്തിനും നന്മയുടെ ഒരു വശം ഉണ്ടെന്നേ, അതിനെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ആ നന്മയുടെ വശത്തെ പരിപോഷിപ്പിക്കാൻ നോക്കാം. സങ്കടങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, പണികൾ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ആ പണികളൊന്നും നമ്മളെ തളർത്തുകയോ തടസ്സപ്പെടുത്തുകയോ പറ്റാതെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. സാർ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം വെച്ചാല്, അതായത് സ്കൂളിൽ നിന്ന് കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ NSS നിന്നും ക്യാമ്പിൽ നിന്നും അതില് പ്ലാറ്റ്ഫോംസ്, അതായത് നമ്മുടെ ഉള്ളിൽ ആ ഒരു നന്മയുണ്ട്, ആ ഒരു സ്പാർക്ക് ഉണ്ട്. അത് എക്സ്പ്രസ് ചെയ്യാൻ നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞാലേ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ തന്നെ അത് തിരിച്ചറിയുള്ളൂ ഉള്ളിലുണ്ട് എന്നുള്ളത്. അപ്പം ഈ ഒരു കാര്യത്തിന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അതായത് വീട്ടിൽ നിന്ന് കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് മക്കൾക്ക്. അതായത് വീട്ടിൽ നിന്ന് കിട്ടുന്ന അറ്റ്മോസ്ഫിയർ, ലൈക്ക് വീട്ടിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സ്പേസ് കുറച്ച് മോശമായി കഴിഞ്ഞാൽ ചിലപ്പം അവർ സ്കൂളിലോ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിൽ മൊത്തത്തിൽ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ വീട്ടിൽ എത്രമാത്രം അവർക്ക് കെയർ കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, അതായത് പഠിക്കാൻ വേണ്ടിയിട്ട് ഏത് രക്ഷിതാവിനും പറയാം എക്സാമിന് മാർക്ക് വാങ്ങിക്കാൻ, അതിൽ അപ്പുറം വീട്ടുകാർ എന്താണ് മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം. ഒപ്പം കൂടുക എന്നുള്ളതിനപ്പുറം വേറൊരു സംഗതി ഇല്ല. ഒരു കുഞ്ഞിനോടൊപ്പം ഉണ്ടാകുക എന്നുള്ളതിനേക്കാളും വലിയൊരു സംഗതി മറ്റൊന്നുമില്ല. ഈ തിരക്ക് പിടിച്ച ഈ കാലത്തിനിടയിൽ അല്പമെങ്കിലും ഇപ്പൊ ഇരിക്കാനുള്ള സമയം കിട്ടിയിട്ടുള്ളത് ഈ സമയമായിരിക്കും. എല്ലാ സാധനവും വാങ്ങിച്ചു കൊടുക്കുന്നു, എല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു എന്നതിനപ്പുറം എമോഷണലായിട്ട് ഒരു തുണയായി ഒപ്പം ഉണ്ടാകുക എന്ന തോന്നൽ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ നമ്മൾ വരച്ച വരയിൽ തന്നെ ഇവർ അടിച്ചു തെളിക്കാൻ കൂടി ശ്രമിക്കുമ്പോൾ അതും വളരെ രസകരമായ ഒരു കാര്യമാണ്. ഇരിക്കുന്ന പലരും ചെറുപ്പക്കാരാണ് കേട്ടോ. ഞാൻ എന്റെ കൊച്ചിന് അത് ഇത് എന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ ലൈഫിലോട്ട് എത്തുമ്പോൾ ബാക്കി കാര്യങ്ങൾ അറിയാം. അങ്ങനെ ഒക്കെ പറഞ്ഞ് നടന്ന് ലൈഫിൽ പോയി ഇപ്പോഴേ എന്താ പറയാ, ഞാൻ ചെല്ലുമ്പോ വീട്ടിലാണ് അക്ഷരം പഠിപ്പിക്കാനായിട്ട് അടി കൊടുത്തോണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ, നീ അന്ന് ഇങ്ങനെ നല്ലല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാർ ഇപ്പോഴേ കോമ്പറ്റീഷൻ ലൈഫാണ്, ഇനി മുന്നോട്ട് കാണാൻ പോകുന്ന എത്ര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇതാണ് എന്റെ അച്ഛൻ എന്നോട് ചെയ്തുകൊണ്ടിരുന്നത്, അന്ന് എനിക്കത് മനസ്സിലായില്ല. അതാണ് സാറ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. വളരാനുള്ള ഒരു സാഹചര്യം, കാര്യം വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും കഴിവുകളുമായിട്ടാണ് ഓരോ വ്യക്തിയും ഇവിടെ ജനിച്ചു വീഴുന്നത്. ചുറ്റുപാടുകളാണ് ബാക്കി അത് എങ്ങനെ ആയി വരണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം വളരാനുള്ളൊരു സാഹചര്യം അച്ഛനമ്മയായിട്ട് ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കുന്നു. പിന്നെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം ഇതിന്റെ ചില സംഗതികളെല്ലാം അറിയാനും വേണ്ട സമയങ്ങളൊപ്പം നിൽക്കുവാനും ഒക്കെ പറ്റാതെ വരുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങൾ ഈ പുതിയ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. കാര്യം വീട്ടിൽ പലരും ഇപ്പൊ തന്നെ ഉള്ള ഏറ്റവും വലിയ സങ്കടം എന്നറിയോ, ഓൺലൈൻ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. മക്കളെ അറിഞ്ഞു വെക്കേണ്ട സാധനമാണ്. ഓൺലൈൻ കളികൾ തുടങ്ങിയിട്ടുണ്ട്. രക്ഷിതാക്കൾ ഫോണും കാര്യങ്ങളും ഇപ്പൊ കൊടുത്തേ പറ്റൂ എന്ന അവസ്ഥയിൽ കൊടുത്തിട്ടാണ് പോകുന്നത്. അവിടുത്തെ സമാധാനമില്ല. ശരിക്കും എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും യാതൊരു പിടിപാടുമില്ല. പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് ഒപ്പം ഇരുന്ന് പറഞ്ഞു കൊടുക്കാനുള്ള എന്നുവെച്ചാൽ അവൻ നോക്കുന്നുണ്ടോ, അച്ഛനെങ്കിലും പറയാം ആവശ്യമില്ലാത്ത നോക്കരുത്. അപ്പൊ ഈ ആവശ്യമില്ലാത്ത എന്താണ് ചില കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ചില ഒളിമറയില്ലാത്ത ചില സംസാരങ്ങളൊക്കെ പ്രായം കൂടുന്നതനുസരിച്ച് കുട്ടി അറിയിക്കുന്ന പ്രായം അനുസരിച്ച് അതിന് പറയേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഈ തീരെ തരത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർ സുരക്ഷിതമായി നെറ്റ് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഓൾറെഡി നിലവിലുണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തിൽ രക്ഷിതാക്കൾക്ക് കുറച്ച് ഡിജിറ്റൽ ലിറ്ററസിയും കൂടി കിട്ടാനുള്ള ഒരു സാധ്യതയും കൂടി വന്നാൽ വളരെ നന്നായിരിക്കും. അത് ഞാൻ ഈ NSS യൂണിറ്റിലൊക്കെ പോകുന്ന കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് കഴിയുന്നത്ര ഈ വിവരങ്ങളെ കുറിച്ച് ഒരു കാര്യം കൂടി കൊടുക്കുകയാണെങ്കിൽ അത് കയ്യിരിക്കുന്ന പണ്ട് പറഞ്ഞ് തേഞ്ഞു പോയ ഒരു ഉദാഹരണം പറയാം. കയ്യിരിക്കുന്ന പിക്ചർക്ക് ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കാം, ജീവൻ എടുക്കാൻ ഉപയോഗിക്കാം. ഒരേ പർപ്പസാണ്, ആയുധം ഒന്നാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ കയ്യിലാണ് ആ സംഗതി ഇരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് നന്നായിട്ട് ഉപയോഗിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണ, അതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ ഒരു വിവരം കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു. കേൾക്കുക എന്നുള്ളത് ഏറ്റവും വളരെ ഒരു കാര്യമാണ്. ഇപ്പൊ ഈ അടുത്ത കുറെ ആളുകളിൽ കേൾക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുമിച്ച് ഉണ്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ അവന് എല്ലാ അവസരം കൊടുക്കുക. അവൻ മണ്ണും മഴയും കൃഷിയുമായിട്ട് അറിഞ്ഞു തന്നെ
ദാരിദ്ര്യം എന്താണെന്ന് പറഞ്ഞ് തന്നെ കൊടുക്കണം കേട്ടോ. ബുദ്ധിമുട്ടാണ്. ഈ ഓക്കെ. ചില സംഗതികൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ചില നല്ല പാരന്റിങ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പേപ്പർ എടുത്ത് നേരെ കൊടുക്കുമ്പോൾ അപ്പോഴത്തെ അപ്പനും അമ്മ ആരും ചോദിക്കുന്നത് ഫോൺ വഴിക്ക് പേപ്പർ എടുത്ത് എറിഞ്ഞിട്ട് പോകണം. ഉടനെ അച്ഛൻ പതുക്കെ ഇനി വന്നങ്ങനെ ആ പേപ്പർ അങ്ങ് എടുക്കുക, നേരെ അതിലെ കൊടുത്തിട്ട് നീ അങ്ങനെ ഇറങ്ങിയിട്ട് കൊടുക്കരുത് കേട്ടോ, നേരെ ആ കയ്യിൽ തന്നെ കൊണ്ട് കൊടുക്കും. അവൻ ഇങ്ങനെ നോക്കുന്നു, നേരെ ഈ കയ്യിൽ തന്നെ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും അവന് വേറെക്ക് വരും. ഒറ്റ കാര്യമുള്ളൂ. ഇതുപോലെ നൂറ് കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒരല്പ ബോധത്തോട് കൈകാര്യം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പഠിപ്പിക്കലല്ല കേട്ടോ, ചില കാണിച്ചു കൊടുക്കലാണ്. ഇതൊക്കെ ഒത്തിരി കുഞ്ഞുങ്ങളെ മുന്നോട്ട് സഹായിക്കാനൊക്കെ സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെയുള്ള പല സംഗതികളാണ് ഈ കൂട്ടായ്മയുടെ ശക്തിയോട് ഈ ക്യാമ്പിലൊക്കെ വരുമ്പോൾ കുട്ടികൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പോലും ആ സാധനം പറഞ്ഞു തന്നിട്ടില്ല. ഒരു കൗതുകം കൊണ്ട് കിടക്കും, ഒരു പയ്യന്ന് പരാതി പറയും, കുഞ്ഞു പോയി സോറി, എല്ലാവരും വഴക്ക് പറയുന്നു, എല്ലാവരും വഴക്ക് പറയുന്നു, അവര് വഴക്ക് പറയുന്നു, ടീച്ചർ വഴക്കും, നാട്ടിൽ വഴക്ക് പറയുന്നു. പിന്നെ വീട്ടില് ആരെങ്കിലും ഇല്ല ചേച്ചി, ഇല്ല ചേച്ചി ഒന്നും പറയാറില്ല. ആഹാ, അമ്മ ഒന്നും എന്തിനൊന്നും പറയാറില്ല, ഒന്നും പറയാറില്ല. അച്ഛനും ഒന്നും പറയാറില്ല. വീട്ടിലെ ആ 3 പേര് ഒന്നും പറയാത്തതുകൊണ്ടാണ് മക്കളെ നാട്ടുകാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് 3 പേര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഈ നാട്ടുകാർ പറയത്തില്ല, സോറി എന്താ സാർ ഇങ്ങനെയൊക്കെ പറയും, അല്ല മോനെ, ഓക്കെ. അപ്പൊ അങ്ങനെ പലരും പറയുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ട്. അത് നീ ഒന്ന് ഈ പയ്യൻ അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഉള്ളത് കൊണ്ട് അത് പറ്റി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി. അപ്പൊ ചില സ്ഥലത്ത് നിർദ്ദേശം പറഞ്ഞോ നമ്മൾ തന്നെ മാതൃകകളാകും. നമ്മുടെ തന്നെ ചില മാതൃകകൾ കുട്ടികളെ ഒരുപാട് സ്വാധീനിക്കുന്നു. അപ്പൊ നമ്മൾ ചിലത് ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ഒപ്പം കൂട്ടുക, എന്ത് കാര്യത്തിനും ഒപ്പം കൂട്ടുക എന്നുള്ളത് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ കാര്യമാണ്. അപ്പൊ ഈ കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ഇവർക്ക് അനുകരിക്കുവാനോ ജീവിതത്തിന്റെ ഭാഗമാക്കുവാനോ പറ്റിയ കാര്യങ്ങൾ കൂടിയാണെങ്കിൽ സുഖമായി ഈ നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ജീവിച്ചു തുടങ്ങിക്കോളും, നമ്മൾ ജീവിച്ച് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കും. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ ഈ ഭാഗത്തിൽ കുട്ടികളെ ഒപ്പം കൂട്ടിയാൽ മതി. ചിലതും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യം പോലുമില്ല. അവരത് കണ്ടറിഞ്ഞ് അവരോടൊപ്പം അവരങ്ങ് മുന്നോട്ട് പൊക്കൊള്ളുന്നതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷെ അതിന് സമയം ഉണ്ടാകുക, അങ്ങനെയൊക്കെയുള്ള കാര്യം വരുമ്പോൾ നമുക്ക് സമയം കൊടുക്കും പ്രിയപ്പെട്ടവരെ. നമ്മുടെ കൂടെ ഉണ്ടാവുക സമയം കൊടുക്കുക. എപ്പോഴും ഞാൻ ക്ലാസ്സുകളിൽ പോലും പറയുന്ന ഒരു വലിയ കാര്യമുണ്ട് കേട്ടോ. ഈ ജീവിതത്തിൽ നിന്ന് ഒരു മനുഷ്യൻ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം സമയമാണ്. അത് അറിഞ്ഞ് ഇഷ്ടത്തോടെ ക്വാളിറ്റേറ്റീവായിട്ട് നമ്മൾ പങ്കുവയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അത് നോക്കാം. ഓക്കെ. പിന്നെ ഇതേപോലെ ഈ പറഞ്ഞ കാര്യത്തിന് കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം, ഇപ്പോ ഞാന് പല രക്ഷിതാക്കളെയും ഇതേപോലെ അതായത് കുഞ്ഞുങ്ങളെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ നന്നാവും എന്നൊക്കെ പറയുന്ന ഒരുപാട് രക്ഷിതാക്കൾ. പക്ഷെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, 10ാം ക്ലാസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് ഭാവി പഠനത്തിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അല്ലെങ്കിൽ പ്ലസ് ടുവിന് ശേഷം അവൻ ഇതിന് വിടാം. അപ്പൊ അവന് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യമുള്ള ഒരു കൊച്ചാണ്. അപ്പം പറയാം എന്താ, +2 കഴിഞ്ഞതിന് ശേഷം +2 വരാൻ പഠിക്കട്ടെ, അതിന് ശേഷം അവന്റെ ഇഷ്ടത്തിന് പൊക്കോട്ടെ എന്ന് പറയും. അപ്പം ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഈ 10ാം ക്ലാസ് വല്ല +2 ഒരു സ്കെയില് വെച്ചിട്ട് അതിനുശേഷം കുട്ടി പഠിച്ചോട്ടെ. ലൈക്ക് ഇത് ഭയങ്കര ബേസിക് ആയിട്ട് ഒരു കുട്ടിക്ക് കിട്ടേണ്ട ഒരു സാധനമാണ്. അതിനിടക്ക് കുഞ്ഞിന്റെ ശ്രദ്ധ വേറെ അവന്റെ പാഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഈ പഠനത്തിൽ ശ്രദ്ധ കുറയും എന്നുള്ള തരത്തില് അതായത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന രക്ഷിതാക്കൾ അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആവശ്യമുണ്ടോ? എന്റെ ആംഗിളിൽ പറയുകയാണെങ്കിൽ 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒന്നല്ല അവന്റെ ലൈഫിൽ ഇമ്പോർട്ടന്റ്. വയറ്റിലെ കൺസീവ് ആയിരുന്ന ആ മൊമെന്റ് മുതൽ അവന്റെ ഇമ്പോർട്ടന്റ് ടൈം ആരംഭിക്കും. അവന്റെ ഓരോ വർഷവും അവന് ഇമ്പോർട്ടന്റ് ആണ്. 1ാം വയസ്സിൽ അവന് കിട്ടേണ്ട സാധനം അപ്പൊ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അങ്ങനെ 2ാം വയസ്സിൽ കിട്ടേണ്ടത് അപ്പൊ തന്നെ വേണം. ആദ്യത്തെ 6 വർഷത്തിനകത്ത് കിട്ടേണ്ട സാധനം 6 വർഷത്തിൽ തന്നെ കിട്ടുന്നത്. 10ലും 12ലും ഡിഗ്രിയിലും എല്ലാം തെളിയിക്കാൻ നിൽക്കേണ്ടത്. ഞാൻ അധ്യാപകരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് എവിടുത്തെ അധ്യാപകരാണെന്ന് അറിയാവോ? ഈ നഴ്സറി മുതൽ 3ാം ക്ലാസ് 4ാം ക്ലാസ് പഠിപ്പിച്ചെടുക്കുന്നവരെയാണ്. ഞാൻ ഉൾപ്പെടെ നമ്മൾ എന്തെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെയൊക്കെ വിത്ത് വീണ് കഴിഞ്ഞു. എപ്പോഴും ആ സമയത്ത് തന്നെ വീണ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ മുതലേ അവന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സാധനം തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ ഈ പരീക്ഷ എന്ന സാധനത്തിന് എന്ന് വെച്ചാൽ ഈ പഠിച്ചു വെച്ചിട്ട് അതിനെ കാണാപാഠം പഠിച്ച് പുറത്ത് കൊണ്ടുപോയി എന്നൊരു സിസ്റ്റം കുറെ കാലം നമ്മൾ കൊണ്ടുവരുന്ന ഈ സമയത്തൊക്കെയാണ് ഈ ഓർമ്മ പരിശോധിച്ച് അതിന്റെ ശക്തി വെച്ചുകൊണ്ട് വിപുലമാക്കാനായിട്ട് നിന്ന് വീണ് തകർന്നു പോയി കേട്ടോ. കുറെ സമയത്തല്ല ഈ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജിന്റെ എല്ലാം ഇവിടെ എല്ലാം പോകുമ്പോൾ അവരുടെയൊക്കെ ഈ ക്ലാസ്സിൽ പോയി എത്ര പേര് ഇഷ്ടപ്പെട്ട് വന്നു? 5 പേര് കൈവെക്കും. എത്ര പേര് മറ്റു പണിക്ക് പോകാൻ ആഗ്രഹിക്കുന്നു? ഉടനെ 100 പേര് കൈവെക്കും. നിങ്ങളുടെ ഇൻഡക്ഷൻ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ പിന്നെ എന്തായാലും മിടുക്കനാണ്, പഠിക്കാൻ പറ്റുന്നവനാണ്. നമ്മൾ വേറെ ആംഗിൾ കൈകാര്യം ചെയ്യുന്നത് പഠിത്തത്തോടൊപ്പം നിനക്ക് എന്തും നിന്റെ പാഷന്റെ ഈ സാധനം കൊണ്ടുപോകൂടാ. നിന്റെ ജീവിതത്തിൽ സമയം മാത്രം ക്രമീകരിച്ചാൽ അത് പറ്റുമോ സാറേ? പറ്റും. അങ്ങനെ തെളിയിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഭയങ്കര കാര്യം അവന്റെ പാഷൻ കൊണ്ടുവരാനുള്ള ഒരു സമയം കൂടി അവന് കിട്ടുന്നതുകൊണ്ട് അക്കാഡമിക് ലെവലിൽ അവന് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം കൂടി ഒരുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സമയത്ത് എങ്ങനെ ക്രമീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. പഠനത്തോടൊപ്പം തന്നെ എനിക്ക് അതിനോട് യോജിപ്പില്ല കേട്ടോ. 10ാം ക്ലാസ് വരെ നമ്മൾ നോക്കിയിട്ട് പിന്നെ വിട്ടുകളാം. എപ്പോഴും പഠനവും പോണം, പഠനത്തോടൊപ്പം വളരാനുള്ള സാഹചര്യം വേണം. 10 വരെ നിർത്തിക്കോ, പിന്നെ നോക്കിക്കോളാം.
അത് അതിൻ്റെതായ പിന്നെ ചില പഠനങ്ങൾക്ക് ചില കോൺസെൻട്രേഷൻ ആവശ്യമുണ്ട്, ചില പഠനങ്ങൾക്ക് ആവശ്യമുണ്ട്. കാരണം അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരേ സമയം രണ്ട് കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്റെ കൊച്ചിന്, അത്രയ്ക്ക് ലൈക്ക് ലെവൽ ഇല്ല എന്ന് പറയുന്നു. അപ്പൊ കോഴ്സിന് മതി, അത് ആ കോഴ്സിന് മതി. കാര്യം അങ്ങനെ നമുക്കറിയാലോ അവന്റെ ആറ്റിറ്റ്യൂഡ് അവന്റെ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് അവന് എന്തെങ്കിലും വെച്ചാൽ ഈ ചില തമാശക്കെല്ലാം ഈ കോണറിലൊക്കെ പറയുന്നുണ്ടോ, കൂട്ടിക്കിടക്കുന്ന എപ്പോഴും പറക്കാതെ കിടക്കുന്ന ഒരു പക്ഷി പറക്കുന്നത് അതിമോഹമാണ്, അവനെ പറക്കാൻ പഠിച്ചിട്ടില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ. ഇപ്പൊ നമ്മൾ ആനയെ പറപ്പിക്കാൻ ശ്രമിക്കാൻ കേട്ടോ, നീ ആ കഴുകിനെ പോലെ പറക്കണം കൂടി ആനയ്ക്ക് പറ്റൂല. നമ്മൾ തമാശക്ക് കണ്ടിട്ടുള്ള വാട്സാപ്പിൽ വന്ന സ്റ്റാറ്റസുകളാണ്. ഓരോ കുഞ്ഞിനും ഓരോ സാധനം ഉണ്ടാകും കേട്ടോ. നന്നായിട്ട് മറ്റെന്തോ ആംഗിളിൽ ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു തന്നെ ഒരു രക്ഷയില്ലെന്ന ഒരു സ്ഥലത്ത് കൊണ്ടുമ്പോൾ അവൻ ഈ ചാടി വരിക, ഈ പിടിച്ചിടുന്ന പഠനശാലയിൽ നിന്നൊക്കെ ചാടി വരിക, വേണ്ട വേളം ഉണ്ടാക്കുക, മനുഷ്യപ്പെടുന്ന മറ്റെന്തെങ്കിലും സാധനം ഉണ്ടാവുമായിരിക്കും. അത് തിരിച്ചറിഞ്ഞ് അതിലോട്ട് ഫോക്കസ് ചെയ്ത് അവൻ അതിൽ ഫുൾ ഫോക്കസ് ചെയ്തോട്ടെ, ചിലപ്പോൾ എന്തെങ്കിലും അത്ഭുതം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകുമായിരിക്കും. അപ്പൊ ഇതിനകത്ത് ഒരു കൂടിയാലോചന എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പിന്നെ പലരും എനിക്ക് പറ്റാതെ പോയ സാധനങ്ങൾ എന്റെ കുഞ്ഞിലൂടെ വരണം, അങ്ങനെ ഒരു ആഗ്രഹങ്ങൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ശരിക്കും ഇടപെടൽ വേണ്ട സ്ഥലത്ത് ഇടപെടലുകൾ തന്നെ വേണം. നല്ല രസകരമായ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമുള്ള സ്ഥലത്ത് അത് തന്നെ ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അതിന് സാങ്കേതിക സഹായം ആവശ്യമുള്ള കുട്ടികളാണെങ്കിൽ രക്ഷിതാക്കളാണെങ്കിൽ അത് നേടാൻ തന്നെ ശ്രമിക്കുകയും കൂടി ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭിന്നശേഷി മേഖലയിലാണ് കേട്ടത്. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഇരിക്കുന്ന രക്ഷിതാക്കൾ കുഞ്ഞ് ജനിക്കും വരെ ഓക്കെയാണ്, ജനിച്ചു കഴിഞ്ഞ് കുട്ടി കരയാതാകുമ്പോ തൊട്ട് കറക്കുന്ന മുഖമാണ്. എന്ത് പറ്റി കുട്ടി കരയുന്നില്ല? പിന്നെ കരിഞ്ഞ് എല്ലാം കുഴപ്പമില്ല. ഉടനെ അമ്മൂമ്മയും അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയും ഒക്കെ ഇങ്ങനെ പറയും, അയ്യോ എന്റെ കുട്ടിയും മിണ്ടാനും കരയാനൊക്കെ എത്ര താമസറിയും, അമ്മ ഇപ്പൊ നിൽക്കുന്നതല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആദ്യത്തെ 3-4 മാസം പോകും കേട്ടോ. പിന്നെ പലതും താമസിക്കാൻ തുടങ്ങുമ്പോൾ പതുക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഡോക്ടർ പലതും പറയുന്നത് വിചാരിക്കും പോലെ ആയിരിക്കില്ല. പിന്നെ ഫേസ് ചെയ്യുന്ന ചില മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. ആ പല ട്രോമ എല്ലാം കഴിഞ്ഞ് മനസ്സുകൊണ്ട് തകർന്ന് അവസാനം പിന്നെ ആ കുട്ടിക്ക് വേണ്ടി ജീവിതത്തിലെ പലതും ഈ കുഞ്ഞ് വീണ് തുടങ്ങുമ്പോൾ നമ്മൾ ഡിസബിലിറ്റി എന്ന വാക്കിന്റെ വേറെ ആംഗിളിൽ നോക്കുമ്പോൾ ഒരു കുട്ടി ഡിസേബിൾഡ് വീട്ടിൽ ആ രക്ഷിതാക്കൾ ചിലപ്പോൾ സോഷ്യലി ഡിസേബിൾഡ് ആയി പോകും. എന്ന് വെച്ചാൽ വിചാരിച്ച പോലെ കുഞ്ഞുങ്ങൾ പുറത്തു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവരുടെ പല ജീവിതങ്ങളും മാറ്റിവെക്കപ്പെട്ട് ഗൾഫിൽ ജോലി കളഞ്ഞിട്ട് തിരിച്ചു വരിക, ജീവിതം മുഴുവൻ മാറിപ്പോകും. പിന്നെ അവർ ഫേസ് ചെയ്യുന്നത് മറ്റൊരു ലൈഫാണ്. അവരുടെയൊക്കെ അംബീഷൻ എന്താണ്? അയ്യോ എന്റെ കുട്ടി ഇത്ര ആഗ്രഹമേ ഉള്ളൂ, 10-32 വയസ്സായി, അവന്റെ വായിന്ന് അമ്മാന്നൊരു വാക്ക് കേട്ടിട്ട് മരിച്ചാൽ മതി. മനസ്സിലായി? ആ രക്ഷിതാവിന്റെ പ്രതീക്ഷ അത്രയേ ഉള്ളൂ. വേറൊരു തലമാകുമ്പോൾ പ്രതീക്ഷ മാറുന്നു. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളിൽ പോലും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ജീവിതത്തിന്റെ അവസരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ആ കുട്ടിയുടെ ലൈഫിന്റെ ഫുൾനെസ് പോലും കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പിന്നെ പഠിക്കാൻ ഓൾറെഡി പാഷനായ ഒരാള് അവൻ ആ ആംഗിളിൽ തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന, ഇപ്പം സിവിൽ സർവീസിനൊക്കെ പോകുന്നത് ഒന്നും പറയണ്ട, അവന് ആ നിർബന്ധിക്കേണ്ട കാര്യമില്ല കേട്ടോ. അവൻ തന്നെ അച്ഛൻ ഞാൻ TV കാണുന്നില്ല, അത് അവൻ്റെ ഒരു ആ കുട്ടിയുടെ ലെവൽ എങ്ങനെയാണ്. ഓക്കെ, ഇത് ഫോട്ടോഗ്രാഫി സിനിമ എടുക്കാൻ നിൽക്കുന്ന ഒരുത്തിനാണ് പിടിച്ച് നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് അവൻ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇവിടെയൊക്കെയാണ് ചില ഇടപെടലുകൾ ആവശ്യമുള്ളത്. ഓക്കെ, അത് എങ്ങനെ വെച്ചാൽ നോക്കി ചെയ്യേണ്ട കാര്യം കൂടിയാണ് പ്രിയപ്പെട്ടവരെ. ഓക്കെ നല്ല കാര്യങ്ങളാണ് സാർ. പിന്നെ ഇതേപോലെ സാറ് ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം എന്റെ വ്യക്തിപര അഭിപ്രായങ്ങളാണ്, എന്റെ അഭിപ്രായങ്ങളാണ്. എല്ലാം കാണുന്നതായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. സാറ് ഇതേപോലെ സാറെ പറ്റിയിട്ട്, അതായത് നമ്മൾ കുഞ്ഞൊരു ഡിസ്ക്രിപ്ഷൻ ഇട്ട സമയത്ത് പറയാം, സാറ് അതല്ല ഇങ്ങനെയും കൂടെ ചെയ്തിട്ടുണ്ട്, ഇതും കൂടെ അതിൽ മെൻഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തള്ളലുകളാണ്. അപ്പോ സാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് സാറിന്റെ അടുത്ത ഒരു 5 വർഷത്തേക്ക് അല്ലെങ്കിൽ സാറിന്റെ വരും വർഷങ്ങളിൽ സാറിന്റെ കരിയറിൽ സാറ് കണ്ടുവച്ചിട്ടുള്ള ഒരു ഡ്രീം എന്താണ്, അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ്, എന്തെല്ലാം ചേഞ്ചസ് ഇനിയും വരാനുണ്ട് സാറിന്റെ ഈ കരിയർ പാത്തിൽ? അതൊന്ന് സ്വപ്നമുണ്ട്, അത് ഭയങ്കര ഒരു സ്വപ്നമാണ് കേട്ടോ. നമ്മുടെ ഈ യാത്ര തുടങ്ങിയപ്പോഴേ ഉള്ളൊരു കുഞ്ഞു സ്വപ്നമാണ്. നമ്മുടെ വിശ്വസിച്ച് നമ്മുടെ കൂട്ടായ്മയിൽ കുറെ മക്കളൊക്കെ വന്നിട്ടുണ്ട്. അവരെ വിശ്വസിച്ചുകൊണ്ട് വന്നിരിക്കുന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ട്. ഈ രക്ഷിതാക്കളെല്ലാം അന്ന് കുഞ്ഞുങ്ങളായിരുന്ന രക്ഷിതാക്കളെല്ലാം ചുറുചുറുക്കുള്ളവരായിരുന്നു. ഇവരെല്ലാം പതിയെ പ്രായം 20 വർഷമായിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചങ്ങാതിമാരെ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പോയവരെല്ലാം സന്തോഷത്തോടുകൂടി പോയിട്ടുണ്ട്, ചില ആൾക്കാര് ഫുൾഫിൽ ചെയ്യാതെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഒന്ന് സേഫായിട്ട് സെറ്റിലായിട്ട് ഇരിക്കാൻ പറ്റുന്ന രക്ഷിതാക്കളുടെ തന്നെ ഒരു കുഞ്ഞു കൂട്ടായ്മ ഞങ്ങളുടെ സ്വപ്നത്തിലുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിലാണ് ഉള്ളത്. അവിടെ ഈ കുട്ടി സേഫായി ഇരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അത് അവരുടെ കൂട്ടായ്മ, രക്ഷിതാക്കളുടെ തന്നെ കൂട്ടായ്മയിൽ, പിന്നെ അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് വന്നിരിക്കുന്ന കുറെ നന്മ നിറഞ്ഞ മനസ്സുകൾ നമ്മളോടൊപ്പം ഉണ്ട്. NSC എന്നൊക്കെ ലൈഫ് വേറെവിടേക്കും എത്തുമായിരുന്നു. അവരൊക്കെ പോയി പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കോഴ്സിനടുത്ത് എന്റെ കൂടെ കൂട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട്.
അപ്പൊ അവിടെ ഒരു അച്ഛൻ പോയി, അമ്മ മാത്രമേ ഉള്ളൂ. ഈ അമ്മയും പോകുമ്പോ കുഴപ്പമില്ല, അവരവിടെ ഉണ്ടല്ലോ, വേറൊരു അമ്മയുണ്ടല്ലോ എന്ന സമാധാനത്തോടെ പോവാനുള്ള ഒരു യാത്രയില് ഒരു 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 അത് സോൾഡ് ആയിട്ട് വരുന്ന ഒരു ലോകത്തേക്ക് എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ മിണ്ടിക്കൊണ്ടേയിരിക്കുക, പറ്റാവുന്നിടത്തോളം ഒരുപാട് ആൾക്കാരോട് മിണ്ടിക്കൊണ്ടിരിക്കുക. കാര്യം എവിടെന്നെങ്കിലും ഒരു നല്ല കാര്യം കിട്ടിക്കഴിഞ്ഞാൽ 10 പേരോട് സംസാരിക്കണം അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കണം എന്നൊരു കൊതിയുണ്ട് കേട്ടോ. ആ കൊതി ഹൃദയം കൊണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. മക്കളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, കൊതിയുള്ളവരായ കൊതിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ആ ഒരു സംഗതി വന്നുകൊണ്ടിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സാറിന് സക്സസ് എന്നതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? സക്സസ് എന്ന് അങ്ങനെ അളക്കാൻ പറ്റൂ? ഇതൊക്കെ വലിയ ചോദ്യങ്ങൾ വന്നിട്ട്. നമ്മുടെ സക്സസ് എന്നൊക്കെ പറയുന്നത് ഇപ്പോ ഏതോ ഒരു സ്ഥലത്ത് ഇപ്പൊ ഫയർ പ്ലേസോട് ഞാൻ എങ്ങനെ ബന്ധപ്പെടും എന്നുള്ളത് ഒരു വ്യക്തി വഴിയായിരിക്കും നമ്മൾ ബന്ധപ്പെടുന്നത്. ഞാൻ സക്സസ് ആയി എന്ന് എനിക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ എന്നെ ബോധ്യപ്പെടുത്തുന്നത് എന്റെ മുമ്പേക്ക് ഇരുന്ന് പോയിട്ടുള്ള ചങ്ങാതി കുട്ടികളായിരിക്കും കേട്ടോ. അതാണ് ഞാൻ എന്റെ സക്സസ് ആയിട്ട് കാണുന്നത്. ചങ്ങാതി കുട്ടികളായിട്ട് എന്റെ കുടുംബത്തിൽ വരാറുണ്ട്. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും വന്ന് എന്റെ ഫസ്റ്റ് ദിവസം ക്ലാസ്സിൽ വന്നിരിക്കുന്ന കുട്ടികളുടെ ഫേസ് ഒക്കെ എനിക്ക് കാണാൻ ഭയങ്കര രസമാണ്. അപ്പൊ ഈ ടീച്ചർമാരെ പിടിച്ചിട്ട് കുട്ടികളെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത് കുട്ടികളുടെ മുഖത്തൊക്കെ പെട്ടെന്ന് ഒരു മ്ലാനഭാവം വരും കേട്ടോ. അത് ഈ താടിയും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും കേട്ടോ. അവിടെ നിന്നാണ് അടുത്തിരിക്കുന്ന ചങ്ങാതിയോട് ഒരു കുഞ്ഞു പുഞ്ചിരിയും ഒരു കുഞ്ഞു ഷേക്കനും പിന്നെ ഒരു കുഞ്ഞു പാട്ടുപാട്ടൊക്കെ തുടങ്ങി അതിന് പിന്നെ ഈ സാറേറ്റ് കളിക്കുമ്പോൾ എനിക്ക് മക്കളോട്ടൊരു ദൂരം വരുമ്പോൾ ഞാൻ പറയും, എന്റെ മക്കളെ നിങ്ങൾ ഒരിക്കലും എന്നെ അങ്ങനെ വിളിക്കരുത്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, എന്നെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന വാക്ക് ചങ്ങാതി ചേട്ടൻ എന്നുള്ള വാക്കാണ്. ചങ്ങാതി എന്നുള്ള വാക്കായിട്ട് ആണും ഇല്ല പെണ്ണും ഇല്ല. ചങ്ങാതി ആരെ വേണോ ചങ്ങാതിക്ക്, പൂച്ചയാക്കാം, കാക്കയെ ചങ്ങാതിയാക്കാം, ഒരു വല്ലാത്തൊരു വാക്കാണ് ആ ചങ്ങാതിയുടെ ചേട്ടൻ. ഓക്കെ, അങ്ങനെ ചങ്ങാതി ചേട്ടനായിട്ടിരിക്കുന്ന ആഗ്രഹമാണ്. അപ്പൊ അങ്ങനെ ചങ്ങാതി ചേട്ടനായിട്ട് വരുന്ന ആൾക്കാരൊക്കെ പിന്നെ വേറെ എവിടെയെങ്കിലും ഒക്കെ എത്തി എവിടെയെങ്കിലും സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു പ്രത്യേക അവസരത്തിലായിരിക്കും. ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ ചില ആരെങ്കിലും ഒരു ഫോണോ ഒരു മെസ്സേജ് വിടുമായിരിക്കും, ചങ്ങാച്ചേട്ടനെ ഓർക്കുന്നുണ്ടോ, ഇന്ന ക്ലാസ്സിൽ ഞാൻ വന്നൊരു സംഭവം എനിക്ക് ഓർക്കുന്നുണ്ടോ, ഇവിടെ ഉണ്ട്, എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് ഇപ്പൊ വഴിമാറി, ഞാൻ ഇപ്പൊ സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. അങ്ങനെ കേൾക്കുന്ന ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അറിയാതെ ഏതെങ്കിലും രീതിയിൽ ഒരു നന്മയുടെ അതുപോലെ തന്നെ വേറൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ. വഴിതെറ്റിച്ച ആൾക്കാരും കാണും, ഉറപ്പായിട്ട് കാണും. ഈ പറഞ്ഞു പോകുന്ന സാധനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എന്താ പറയുക പ്രയാസപ്പെടുത്തുന്ന ആൾക്കാരുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ കഴിയുന്നത്ര വിളിച്ച മുഴുവൻ ആൾക്കാരും ഈ മുന്നോട്ട് പോയ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഓക്കെ, അപ്പൊ അത് അന്ന് പോയത് വെറുതെ ആയില്ല അല്ലേ, ആ ദിവസങ്ങൾ ജീവിച്ചത് വെറുതെ ആയില്ല അല്ലേ. അപ്പൊ നമ്മുടെ ജീവിക്കുന്ന ഓരോ ദിവസവും എനിക്കെങ്കിലും അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഗുണകരമായി മാറുക എന്നുള്ളത്, കഴിയുന്നത്ര ഉപദ്രവം ഇല്ലാത്ത രീതിയിലാവുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ സക്സസ് ഫാക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. സന്തോഷമായിരുന്നാൽ മതി, എല്ലാവരും സന്തോഷമായിരുന്ന അവര് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും വേറൊരാൾക്ക് നന്മ കൊടുക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയ ഇപ്പോഴും എനിക്ക് രസമുണ്ട്. എവിടെയെങ്കിലും ഒരു കുഞ്ഞു വഴക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ സാർ പ്ലീസ് ഒന്ന് വന്ന് ഇടപെടണേ, അതിനകത്ത് ഒന്ന് വന്ന് ഇരുന്നാൽ മതി. അങ്ങനെയൊക്കെ ചില സ്ഥലത്ത് പോയി ഇരുന്ന് വഴക്കൊക്കെ തീർന്ന് പിന്നെ അവർക്ക് സന്തോഷമായിട്ട് ഒന്നും ചെയ്യേണ്ട കേട്ടോ, ചുമ്മാ ഇരിക്കുമ്പോൾ വഴക്ക് കാര്യം നമ്മുടെ മുമ്പിൽ തല്ലി കൂടില്ല മക്കളൊക്കെ. അപ്പൊ അങ്ങനെ ഇരുന്ന് കൊണ്ട് അവരുടെ സന്തോഷമൊക്കെ പറഞ്ഞ് അവരെല്ലാം ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്ന സന്തോഷത്തിനേക്കാളും വേറെ വലിയൊരു സാധനമില്ല, അതിനുള്ള സക്സസ് ഇല്ല. കാര്യങ്ങൾ അല്ലാതെ മറ്റത് അളക്കാനൊന്നും ആയിട്ടില്ല മോനെ. അതെനിക്ക് പറയാൻ പോലും അറിഞ്ഞൂടാ. ഓക്കെ, അത് വലിയ വാക്കുകളിൽ പറയേണ്ട വാക്കാണ്. എന്താണ് വേറെ രീതി നോക്കുകയാണെങ്കിൽ എന്റെ ദൈവമേ നോക്കൂ, നമ്മുടെ SPB പാടി മാഞ്ഞു പോയി. ഈ അടുത്തിടയ്ക്ക് എനിക്ക് ഒട്ടും ദഹിക്കാൻ പറ്റാതെ പോയ ഒരു ലോസ് ആണത്. കാര്യം തിരിച്ചു വന്ന ചിരിച്ചുകൊണ്ട് പോയി മീൻസ് പാടിക്കൊണ്ടേ പോയി. പിന്നെ കാണുന്ന സ്റ്റാറ്റസിലെല്ലാം ഈ ജാതി മനുഷ്യന്റെ വരികൾ, ആ പാട്ടുകളിലെല്ലാം പിന്നെ പാട്ടല്ല വരുന്നത്. മ്യൂസിക് തെറ്റിപ്പോയി ഒരു ചങ്ങാതിയോട് കൂടെ നിൽക്കുന്ന SP, ശബരിമലയിൽ മല കയറാൻ പോകുമ്പോൾ ട്രോളി എടുക്കാൻ നിൽക്കുന്നവന്റെ കാലിൽ വീഴുന്ന SP, ഇങ്ങനെ വേറൊരു സൈഡാണ് കേട്ടോ. സംഗീതത്തെ ആയിരിക്കില്ല ചിലപ്പോ, സംഗീതത്തോടൊപ്പം തന്നെ സംഗീതം ശരിയാണ്, അതിനോടൊപ്പം തന്നെ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ മാനുഷിക ഭാവത്തെയും നമ്മൾ തൊട്ടറിയുന്നുണ്ട് കേട്ടോ. അപ്പോ ആ മാനുഷിക ഭാവം മരണം വരെ നമ്മുടെ എല്ലാം ഒപ്പം നിർത്തണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. അത് നമുക്ക് പകരം പങ്കുവയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ കൊള്ളാമായിരിക്കും കേട്ടോ. ഇഷ്ടമുള്ള ഒരു സാധനം നന്നായിരിക്കും. ഓക്കെ. പിന്നെ ഇതിങ്ങനെ സാറ് ഇങ്ങനെ ലൈവിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഒരു കൂട്ടുകാരി ഒരു പാട്ട് സാറെ കൊണ്ട് പാടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരികൾ ഇങ്ങനെയാണ്, ഒരു മനസ്സായി ഒന്ന് ചേരാൻ കിളികളായി പാറി നടക്കാന്ന് പറഞ്ഞു.
അയ്യോ, ആ കൂട്ടുകാരിക്ക് ഞാൻ നല്ല തല്ല് കൊടുക്കും. അത് എപ്പോ അത് എനിക്ക് ഇരുന്നോണ്ട് പാടാൻ പറ്റുന്ന പാട്ടും അല്ലത്. അത് എനിക്ക് ആ പാട്ടുകാരനെ അല്ല. ഈ അത് ഈ കുട്ടികളോടൊപ്പം നിന്ന് നമ്മൾ തുള്ളിച്ചാടി ഈ പറഞ്ഞ് ഇങ്ങനെ മോപ്പിച്ച് നമ്മളും ചാടുമ്പോ അറിയാതെ വരുന്ന പാട്ടിന്റെ താളമാണ് ഈ മക്കള് പാടുന്നത് കേട്ടോ. ഇരുന്ന് പാടിക്കഴിഞ്ഞാൽ വെറും ബോറായിരിക്കും. എന്നാലും ആ ചങ്ങാതി ആവശ്യപ്പെടുന്നത് കൊണ്ട് രണ്ടുപേരും മാത്രം വെള്ളിയും ചെമ്പും ഒക്കെ കിട്ടും. അത് മൈൻഡ് ചെയ്തത് കേട്ടോ. ഈ ഇങ്ങനെ സ്ഥിരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടുള്ള ഒരു ശബ്ദത്തിന്റെ ഒരു പ്രയാസമാണ്. ഒരു മനസ്സായി ഒന്നു ചേരാ, കളിക്കൂട്ടം കൂടിയാടാ. പറ്റണില്ല കേട്ടാ. എന്നാൽ കിളികളായി പാറി നടക്കാം, പൂക്കളായി ചിരികൾ തൂകാം, സ്നേഹം നന്മ പങ്കുവച്ചു നല്ല നാളിൻ മക്കളാകാം, സ്നേഹം നന്മ പങ്കുവച്ചു നല്ല നാളിൻ മക്കളാകാം. തക്കിട്ട അങ്ങനെ അങ്ങ് പോവും. ഇത് കുട്ടികൾ കൈയടിച്ച് തുള്ളി പാടേണ്ട പാട്ടാണ്. അപ്പൊ ഒരുപാട് അയ്യോ പാട്ട് പാടി എത്ര കാലമെന്നറിയും. എന്ന് വെച്ചാല് ഈ കുട്ടികളുടെ കൂടെ പാടി തുള്ളി ചാടി ഈ നമ്മൾ പോലും അറിയാതെ ഈ ജനത ഒരു ഊർജ്ജം തരും കേട്ടോ. ഈ പോയി നിൽക്കുമ്പോൾ നല്ല ക്ഷീണിച്ചിട്ടായിരിക്കും. ഇപ്പൊ ഈ NS ക്യാമ്പ് ടൈമൊക്കെ ഈ നടന്ന അവസാനം ഈ ഗ്രൂപ്പിലൊക്കെ ചെന്ന് കയറുമ്പോഴേ അവിടെ ചെന്നിട്ട് ഈ പിള്ളേരുടെ കൂടെ പാടാൻ തുടങ്ങുമ്പോൾ പിന്നെ 10 മിനിറ്റ് കൊണ്ട് എവിടെ നിന്നൊക്കെയാണ് ഈ ഊർജ്ജം ആണെന്ന് അറിയാൻ പറ്റില്ല. ഓരോ ക്ലാസ്സിൽ ക്ഷീണിച്ചായിരിക്കും പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ കയറുമ്പോൾ തരുന്നൊരു വൈബ് ഉണ്ടല്ലോ നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ പറയുന്നത്, അത് ഭയങ്കരമാണ്. ആ ശക്തിയാണ് ഇപ്പൊ മുറികൾക്കുള്ളിൽ ഇങ്ങനെ പൂട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. എത്രയും പെട്ടെന്ന് ശരിയായി ഈ പിള്ളേരെല്ലാം ഒന്ന് പുറത്ത് വന്നിട്ട് വീണ്ടും വസന്തം വിരിയണം. പക്ഷെ വേറൊരു ന്യൂ നോർമൽ കാലഘട്ടത്തിലെ വസന്തമായിരിക്കും. പക്ഷെ അത് വിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിള്ളേര് പൊളിയാണ് എപ്പോഴും. അതെ, സാറിന്റെ സംസാരത്തിൽ എപ്പോഴും വൈബാണ്, പൊളിയാണ്, പുലിയാണെന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ എപ്പോഴും വരുന്നു. പലരും പറയുന്നത് കേൾക്കാം. അതന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള് മാവലിക്കര ജീവറാം ബദനിയാഷ്ടം ധോണി അയ്യോ 17 ലീഡർഷിപ്പ് ക്യാമ്പ് ചെയ്യുന്ന ഒരു ചങ്ങാതി മെസ്സേജ് അയച്ചിരിക്കുകയാണ് കേട്ടോ. ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അത് ഭയങ്കര സംഭവം. കേരളത്തിലെ പല സ്ഥലത്തെ ഈ 2 കുട്ടികളെ വെച്ചിട്ട് വന്നിട്ട് ആദ്യത്തെ മണിക്കൂർ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഐസ് ബ്രേക്കിങ്ങിന്റെ ഭാഗമായിട്ട് ഐസ് ബ്രേക്കിംഗ് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി പരിചയപ്പെട്ട് അങ്ങനെ പിന്നെയൊക്കെയാണ് അടുത്ത ഒഫീഷ്യൽ സെഷനിലോട്ടൊക്കെ പോകുന്നത്. എന്തായാലും +2 ലെവലിൽ കിട്ടുന്ന ചങ്ങാത്തമാണ്. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു സക്സസ് ആണ്, ഇത് സന്തോഷത്തിന്റെ. ഈ 3 വർഷം കഴിഞ്ഞിട്ട് ഒരു ചങ്ങാതി വരുന്ന സാർ ഞാനവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പുറത്തുണ്ട്, മോഹൻ കാണാൻ പറ്റാത്ത സങ്കടം മാത്രമേ ഉള്ളൂ. അവൻ കാണിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടി കാര്യങ്ങൾ. അപ്പം ഇനി കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ട് ഇവർക്ക് എന്തെങ്കിലും സാറിനെ പറ്റി അറിയാനോ അല്ലെങ്കിൽ സാർ ഇപ്പൊ സംസാരിച്ചതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആയിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരം തരികയാണ്. കുറച്ചു നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ സമയത്ത് ചോദ്യങ്ങൾ ഇങ്ങനെ ചെറുപറാ ചോദിക്കുക. ഇല്ല, അവര് സംസാരിക്കട്ടെ. ഇല്ല അവര് ഇത് കമന്റ്സ് ആയിട്ട് താഴെട്ടോളൂ. ഇല്ല ആവുന്നുള്ളൂ, ഇനിയുണ്ട് 12 മിനിറ്റ് ഉണ്ട്. അപ്പൊ മക്കളെ പെട്ടെന്ന് ചോദിച്ചോണം കേട്ടാ. അതെ സാറിന്റെ പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ, രക്ഷയില്ല. അയ്യോ, അതിന് ലാസ്റ്റില് ബീട്ടുണ്ടല്ലേ തരികിടതും, അതെല്ലാവരുടെയും കൂട്ടത്തിലാകുമ്പോ ഭയങ്കര അടിപൊളിയായിരിക്കും. അത് എല്ലാരും കൂടി തുള്ളിച്ചാടുന്നല്ല. പിന്നെന്താണ് പറയൂ. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ള ഒരു അവസരമാണ്. ചോദിക്കുക സാറിനെ പറ്റിയിട്ട്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ സാധനം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട് എനിക്ക് രണ്ടുപേരോട് നന്ദി പറയണം കേട്ടോ. അഭിജിത്ത് എന്നൊരു ചങ്ങാതി ഉണ്ട്, വൈശാഖ് എന്ന് പറഞ്ഞൊരു ചങ്ങാതി ഉണ്ട്. മുമ്പ് ക്ലാസ്സിൽ അഭിജിത്തിന്റെ ക്ലാസ്സിൽ പോലും ഉണ്ടായിരുന്ന ആളല്ലേ. എത്രയോ 12 വർഷം പിന്നെ ക്യാമ്പിൽ ഇരുന്ന ഒരു ചങ്ങാതി ഇപ്പൊ TCSലൊക്കെ പണി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ നടനാണ്. ഭാവിയിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു മഹാ നടനായിട്ട് വരാൻ സാധ്യതയുള്ളതാണ് അഭിജിത്ത്. അപ്പൊ ഒരു ഇന്റർവ്യൂവിൽ പോയിട്ട് ഈ മൊബൈലൊക്കെ പിടിച്ച് സംസാരിക്കുന്ന പ്രയാസമല്ലേ സാർ എന്ന് പറഞ്ഞാൽ അവർ ഇടയ്ക്ക് ഒരു ദിവസം വീട്ടിൽ വരുന്ന ഒരു സമ്മാനമായിട്ടാണ് കേട്ടോ. അവര് കൊണ്ടുവന്ന ട്രൈപോഡ് ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ഈ ഒരു കുഞ്ഞ് ഇപ്പൊ എനിക്കിത് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൈ ചലിപ്പിച്ച് സംസാരിക്കുന്നത് പോലും ഈ 2 മക്കളുടെ ഒരു ഇഷ്ടമാണ്. പക്ഷെ ഒരിക്കൽ കണ്ട് അത് മനസ്സിലാക്കി ഈ മക്കൾ കൊണ്ട് തരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത കുട്ടി സാധനങ്ങൾ. അതിനിടയ്ക്ക് എവിടെയോ വരുത്തി ഇതെല്ലാം കൊണ്ട് ചോദ്യങ്ങൾ
ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഹൗ മച്ച് യുവർ ഫാമിലി സപ്പോർട്ട്സ് യു എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എവിടെന്ന് നിങ്ങൾക്ക് എവിടെന്ന് കിട്ടി സാർ ഇത്ര? അത് എന്റെ ഭാര്യയുടെ അടുത്തും മക്കളുടെ അടുത്തും എന്റെ അമ്മയുടെ അടുത്തും എന്റെ സഹോദരിമാരുടെ കിട്ടായിരിക്കും കേട്ടോ. എന്റെ വീട് അങ്ങനെ എന്നെ ഒരു അവസരം എനിക്ക് ഒരുക്കി തരുന്നുണ്ട്. കാണിക്കുന്ന എല്ലാ ഫീൽഡ് മാറി വീഴുമ്പോഴും ഇതേപോലുള്ള ഓരോ സംഗതികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആദ്യം ആശങ്കകുലമായിട്ടൊക്കെ ഞങ്ങളുടെ അമ്മയൊക്കെ നോക്കുവാണെങ്കിൽ പിന്നെ തന്നെ കിട്ടും. ഇപ്പോ ഇതിനെ അവർ ആസ്വദിക്കുന്ന ഒരു സമയം എത്തിയപ്പോ സന്തോഷം തുടങ്ങി. പിന്നെ എന്റെ കൂട്ടുകാരി പങ്കാളി എന്ന് പറയാൻ എന്റെ മക്കൾ ഇവര് ഒപ്പം കൂടി ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് ചെയ്യാൻ പറ്റുന്നു. അത്രയും എനിക്ക് പറയാൻ പറ്റുന്നത് കേട്ടോ. ഫാമിലി സപ്പോർട്ടിന്റെ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫാമിലി സപ്പോർട്ടിങ് അല്ലേ. ചിലപ്പോ യാത്രയ്ക്ക് ഞാൻ ചെല്ലുമ്പോ എനിക്ക് വീട്ടിൽ വരാതെ പോലും ഞാൻ കൊല്ലത്തുനിന്ന് ഇവിടെ വന്നിട്ട് പാറശാല വഴി ചിലപ്പോൾ നേരെ തിരിച്ച് ഞാൻ കാസർഗോഡ് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ യാത്രയ്ക്ക് ചിലപ്പോ കണ്ട് കൊതിയായിട്ട് മക്കളും കുടുംബവും എന്റെ കൂടെ സഞ്ചരിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീവണ്ടിയിലൊക്കെ ഞങ്ങളുടെ കുടുംബം നടന്ന സമയങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ക്യാമ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഫാമിലിനെ കൊണ്ടിട്ട് ഓരോ ക്യാമ്പിലേക്ക്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വേറൊരു ക്യാമ്പിലോട്ട് പോകും. അവർ തൃശ്ശൂരിൽ നിന്ന് അടുത്ത് ട്രെയിനിൽ കയറി ചിലപ്പോൾ തിരിച്ച് വീട്ടിൽ വരുന്ന അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ രസകരമായ സംഭവങ്ങളാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി സാർ ഇത്ര പോസിറ്റീവ് എനർജി? അതല്ല ഞാൻ പറഞ്ഞു. ഫാമിലി അല്ലേ. സന്തോഷം. സമതയിൽ നിന്നൊരു ആള് എത്തിയിരിക്കണോ? മനസ്സ് നന്നാവട്ടെ സാർ ഫ്രം സമത. ആരാണത്? സമത ഈ കഴിഞ്ഞ ക്യാമ്പ് ഏറ്റവും അവസാനത്തെ 7 ഡേ ഞാൻ നിന്ന് ചെയ്ത ക്യാമ്പാണ്. ഓ ഓക്കെ, അതെവിടെയായിരുന്നു? ഒരെണ്ണം കൂടെ ചെയ്തു. പിന്നെ നെയ്യാറ്റിൻകര GR പബ്ലിക് സ്കൂളിൽ അവിടെ ഒരു ബന്ധമുണ്ട്. അവിടെ ഒരു അമ്മയുണ്ട് നമുക്ക്, സിസ്റ്റർ മേരി എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി തിരുവനന്തപുരത്ത് വന്നപ്പോൾ താമസിച്ചൊരു സ്കൂളാണ്. അപ്പൊ ഗാന്ധി ഫിലോസഫി ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്കൂളാണ്. ഈ എന്റെ അറിവിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഓപ്പൺ NSS യൂണിറ്റ്, CBSE സ്കൂളിൽ NSS യൂണിറ്റ് തുടങ്ങിയത് GR പബ്ലിക് സ്കൂളിലായിരുന്നു, കേരളത്തിൽ തന്നെ 10 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ +1 +2 കഴിഞ്ഞു പോകുന്ന 100% കുട്ടികളും ഈ ക്യാമ്പ് ചെയ്ത് മുന്നോട്ട് പോകണം, NS ക്യാമ്പിൽ ഭാഗമായിരിക്കണം എന്ന് സിസ്റ്റർ മേരി എന്ന് പറഞ്ഞ ഒരു മാനേജിംഗ് ട്രസ്റ്റി ഉണ്ട്. അവരുടെ ഹൃദയം കൊണ്ട് ഉള്ള അനുഭവമാണ് അവിടെ നടന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചില ഇടപെടലുകൾ ഈ ഫീൽഡിൽ നടക്കുന്നുണ്ട് കേട്ടോ. അതിന് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ വേറെ ആരുള്ള ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമാണ് കേട്ടോ. നേരിട്ട് കാണാൻ പറ്റുമോ സാർ? വളരെ ആഗ്രഹമുണ്ട് കാണാൻ. ഇവിടെ 144 തിരുവനന്തപുരത്ത് 144 അതിജീവിച്ചുകൊണ്ട്, സാമൂഹിക അകലം പാലിച്ചുകൊണ്ട്, പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ട് എപ്പോ വേണോ കാണാം. ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി എന്ന ഒരു അശ്മി ഒന്ന് ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ. സമർപ്പണം, അതാ പറഞ്ഞു. സമർപ്പണമുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു ക്യാമ്പിലെ പേരുകളാണ് കേട്ടോ. അവിടെ നിന്നൊക്കെ വന്ന ഓരോ ചങ്ങാതി. പക്ഷെ അവർക്ക് അറ്റൻഡൻസ് വെക്കണതേ ഉള്ളൂ, ഒന്നും ചോദിക്കണമെന്നില്ല. സാർ നേരത്തെ പറഞ്ഞ സക്സസ് ആണ് ഇതൊക്കെ അല്ലെ. സക്സസ് എന്തായാലും ചോദിച്ചപ്പോ സാർ പറഞ്ഞൊരു കാര്യം സന്തോഷം. ശരി ശരി ശരി. അപ്പൊ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? സാറിന്റെ ലൈഫിൽ സാർ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു, അതായത് ഒരു സാറായിരിക്കുക അല്ലെങ്കിൽ ഒരു ഗുരു ആയിരിക്കുക, ലൈക്ക് ഒരാൾക്ക് പലതും പറഞ്ഞു കൊടുക്കാൻ പറ്റുക. ആ സമയത്ത് നമ്മള് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാല് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ കാര്യങ്ങൾ അവര് പറഞ്ഞു വരുന്ന സമയത്ത് കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ. സാറ് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നത്. ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. വളരെ സന്തോഷമുള്ള. ആതിര അനിൽകുമാർ NAC വെച്ചാണ് കണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. NAC എവിടെ നിന്നാണെന്ന് എനിക്ക് വ്യക്തമാവുന്നില്ല. എവിടെ വെച്ചാലുണ്ടോ നമ്മൾ കണ്ടത്? തൃശ്ശൂരിൽ നിന്നാണോ? ഒരുപാട് NSC ക്യാമ്പിൽ വരാറുണ്ട്. എന്നാലും സന്തോഷം, നല്ല വാക്കുകൾക്കും നല്ല ഇതിനൊക്കെ സന്തോഷം. ആതിര അത് തന്നെയാണല്ലേ, എനിക്ക് വായിക്കാൻ ഭയങ്കര പ്രയാസം ഈ ചെറിയ അക്ഷരങ്ങളിൽ. സിസ്റ്റത്തിൽ വായിക്കാൻ എളുപ്പം. ഒരു ഓർഗനൈസേഷനിൽ സാറിന് പറയാനുള്ളത് എന്താണ് ഫോർ ദ സക്സസ് ഒരു ഓർഗനൈസേഷനോട്? നല്ല ഒരു ഓർഗനൈസ് ഏതൊരു കൂട്ടായ്മയ്ക്കും വേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മളത് ആരംഭിക്കുന്നത്? സുഹാനാണ് അത് ചോദിച്ചിരിക്കുന്നത്. വെരി ഗുഡ്. എന്തിനു വേണ്ടിയിട്ടാണോ നമ്മളത് ആരംഭിക്കുന്നത് ആ ലക്ഷ്യം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക, അതിനോട് 100% ആത്മാർത്ഥമുള്ളതായിരിക്കുക. എപ്പോഴും ഒരു സാധനം ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അത് കേൾക്കുക. ഒരു സംഗതി തുടങ്ങി അത് പൂർണ്ണമായിട്ടും മനസ്സ് നമ്മളോട് ചേർന്ന് നിൽക്കണം. സാധനം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അത് 100% നന്നായിട്ട് ചെയ്യുക. അപ്പൊ ലക്ഷ്യത്തോട് എവിടെല്ലാം നമ്മൾ ലക്ഷ്യമായിട്ട് നമ്മൾ യോജിച്ചു വരുന്ന അവിടെ എല്ലാം ചെയ്യുക. പിന്നെ അത് എത്ര നല്ല കൂട്ടായ്മയായി തിരുത്തേണ്ട സമയങ്ങളിൽ തിരുത്തലുകൾ നടത്തുക. ആവശ്യമുണ്ടെങ്കിൽ ഇത് ബാക്കിയെല്ലാം നന്നായി വന്നോളൂ. പിന്നെ കാലം മാറുമ്പോൾ കാലത്തിനനുസരിച്ചുള്ള ചില സംഗതികളെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ
വളരെ നല്ലത്, ശരിയായി വരും. ഓക്കെ. മറിയം കോളേജ്, യെസ് മറിയം കോളേജ് ഇപ്പൊ വന്ന ക്യാമ്പല്ലേ, ഒരു തകർപ്പൻ ക്യാമ്പായിരുന്നു. അത് ശരി. ഈ കഴിഞ്ഞ മാസങ്ങളിൽ മറിയം കോളേജിൽ കുട്ടിക്കാനത്ത് വെച്ച് നടന്നൊരു സ്റ്റേറ്റ് ക്യാമ്പ്, സോറി നാഷണൽ ക്യാമ്പ്, നല്ല മനോഹരമായ നാഷണൽ ക്യാമ്പായിരുന്നു. നല്ല അനുഭവം. സോൾ ഓഫ് മൈ ഡ്രീംസ് ഒരു വലിയൊരു ഹൈ തന്നിട്ടുണ്ട്, ഒരു വലിയ ഹൈ. സാറിന് എപ്പോഴും കാണുന്ന ഐ ലൈഫ് ഫോട്ടോഗ്രാഫി ആരോ വന്നിട്ടുണ്ട്. മനസ്സ് നന്നാവട്ടെ. ഹാപ്പി ടു, സന്തോഷം. എനിക്കും സന്തോഷമുണ്ട്. കാണാൻ പറ്റാതെ പോകുന്നൊരു സങ്കടമുണ്ട് കേട്ടോ. ഫെബ്രുവരി 21, അതെ ഫെബ്രുവരി 21 അവസാന കാലഘട്ടങ്ങൾ. മാർച്ചൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ തീരുമാനമായി. 10-ാം തീയതി പൂട്ടിയതാണ് കേട്ടോ. മാർച്ച് 10-ന് പൂട്ടപ്പെട്ടതാണ് കലാലയങ്ങൾ. ഇനി എപ്പോഴാണ് തുറക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും അറിഞ്ഞുകൂടെ. എല്ലാം പെട്ടെന്ന് ശരിയായി വന്നിട്ട്. പിന്നെ സങ്കടമുണ്ട്, ഈ വർഷത്തെ ക്യാമ്പുകളൊന്നും കാണുന്ന ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. നമ്മൾ ഡിസംബറിൽ ചിലപ്പോൾ 7 ഡേ ക്യാമ്പുകൾ കാണാതെ മുന്നോട്ട് പോകുന്നത്. 2 മാസമൊക്കെ ഉള്ളൂ. 7 ഡേ ക്യാമ്പൊക്കെ ചെയ്ത് നിന്ന് താമസിക്കാനുള്ള സാഹചര്യമൊക്കെ ശരിയെ വരുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അതിന്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഓക്കെ. ക്യാമ്പിന്റെ ലൈക്ക് ഇപ്പൊ ഓൺലൈനായിട്ട് ക്യാമ്പ് അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് ക്യാമ്പിന്റെ ഫീലൊക്കെ കിട്ടാറുണ്ടോ? ഓറിയന്റേഷൻസ് ഒക്കെ കൊടുക്കുമ്പോ സാറിന് സാറ്റിസ്ഫാക്ഷൻ വരാറുണ്ടോ? ഇല്ല. അയ്യോ, അത് നമ്മുടെ കുട്ടികളോടൊപ്പം ചേർന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്ത് വരുന്നതിന്റെ സംഗതി ഉണ്ടല്ലോ. ഇനി വേറൊരു പോസിറ്റീവ് സംഗതി എന്താണെന്ന് അറിയോ? സാറിന്റെ 5 ക്ലാസ്സിൽ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 5 ക്ലാസ്സിൽ കിട്ടാത്ത ഒരു സാധനം എനിക്ക് ഇതിൽ കൂടി കിട്ടി. നമ്മുടെ ഗൂഗിൾ മീറ്റ് കിട്ടി. അതെന്താണോ അങ്ങനെ? മറ്റത് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ സാറിന് ദൂരം സംസാരിക്കത്തേ ഉള്ളൂ. ഇത് സാറിന്റെ ക്ലാസ് പിഞ്ചിലിരിക്കുമ്പോൾ സാറിന്റെ മുഖം അടുത്ത് കാണാം, സാറിന്റെ കണ്ണ് അടുത്ത് കാണാം, സാറിന്റെ മുഖം അടുത്ത് കാണാം, സാറിന്റെ ചിരി അടുത്ത് കാണാം. അങ്ങനെ അടുത്ത് കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടി എന്നുള്ളത് വേറൊരു സാധനമായിട്ട് കണ്ടു. അതെനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയ ഒരു സാധനമാണ് കേട്ടോ. ഇതും ഈ ഓഡിറ്റോറിയം കൂടി ഇറങ്ങി നടക്കുമ്പോഴും പറ്റാത്ത കാഴ്ചകൾ ചില കുട്ടികൾക്ക് ഇങ്ങനെ അങ്ങനെ ഒരു സാധനം ഇവിടെ കിട്ടുന്നുള്ളത് വേറൊരു പോസിറ്റീവ് ആണ്. പിന്നെ എവിടെ നിന്ന് വേണോ എപ്പോ വേണോ കയറാൻ പറ്റും എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. 5-6 മാസം മുമ്പ് ഒരു ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ നിൽക്കുമായിരിക്കും. ആ സ്വാതന്ത്ര്യദിന പ്രോഗ്രാമിന്റെ അന്ന് നേരെ കോഴിക്കോട് നിന്ന് നേരെ നമ്മൾ ജമ്പ് ചെയ്യുന്നത് ഇടുക്കിയിലിട്ടാണ്, ഇടുക്കിയിൽ നിന്ന് ജമ്പ് ചെയ്യുന്നത് മാവേലിക്കരയിലുണ്ട്, അവിടെ നിന്ന് ജമ്പ് ചെയ്ത് ട്രിവാൻഡ്രം, ഇതിനിടയ്ക്ക് ഒരു നാഷണൽ പ്രോഗ്രാമിന്റെ അവാർഡ് ഫംഗ്ഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. ഇതെല്ലാം ഒരുമിച്ച് ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരൊറ്റ പോസിറ്റീവ് ആണ്. പക്ഷെ മനുഷ്യൻ ഇരിക്കാൻ ജനിച്ചവനല്ല, ഓടാൻ ജനിച്ചവനാണ്. ഞാൻ അവർ ആദ്യം പറയുന്ന വാക്കാണ്. അപ്പൊ ഇപ്പൊ ഈ ഇരിക്കുന്നത്, ഞാൻ ഈ മക്കളോടെല്ലാം പറയുന്ന ഒരു വാക്കുണ്ട്, ഇത് നമുക്കൊരു പ്യൂപ്പ പീരീഡ് ആണ്. നമ്മളിങ്ങനെ പൊക്കോണ്ടാകത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കാനുള്ള ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ വിരിഞ്ഞ് വരേണ്ടത് ചിത്രശലഭമായിട്ട് തന്നെ പുറത്ത് വരണം. അപ്പൊ അത് എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അപ്പൊ ഈ പീരീഡിന് ഒരു നല്ല ചിത്രശലഭമായി പുറത്ത് വരാനുള്ള ഒരു സാഹചര്യം ആക്കി എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് വരാൻ ശ്രമിക്കാം. ഓക്കെ, സാറിന്റെ 3 മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ, താങ്ക് യു. നല്ല ഓർമ്മകളിലുള്ളത്. അശ്മി, താങ്ക് യു അശ്മി. വേറെ മുസാറിനോട് മിണ്ടിക്കൊണ്ടിരിക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ്. കഴിച്ചാല് ഒരു അഭിനയത്വം പോലും ഇല്ല. നമ്മൾ എന്താ പറയുക, തൊട്ട് മുമ്പ് ഒരു കുട്ടിയുണ്ട്, അതും എന്റെ ഒരു കുഞ്ഞു മോളാണ് അത് ചെയ്തത്. അത് പിന്നെ എനിക്ക് നേരത്തെ അറിയാമെന്നുള്ളത് കൊണ്ടും പ്രിയമുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കും. ഇത് അഭിനയത്തിന്റെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നമുക്ക് മിണ്ടിക്കൊണ്ടിരിക്കാൻ പറ്റിയെന്നുള്ളത് വലിയൊരു കാര്യമായി. താങ്ക് യു. സന്തോഷം. നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഇനി 1 മിനിറ്റും കൂടെ സമയമുണ്ട്. അതെ അതെ അതെ. അപ്പൊ ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും ആശംസ പറയാനുണ്ടെങ്കിലൊക്കെ പറയാം. 1 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മള് ഓട്ടോമാറ്റിക്കലായിട്ട് എൻഡ് ആയി പോകുന്നതാണ്. സന്തോഷങ്ങളൊക്കെ അറിയിക്കാൻ അതായത് നമ്മളെ ചില്ല ടോക്കീസിലേക്ക് സാറെ നമ്മൾ ക്ഷണിച്ചു. അപ്പൊ ആ ഒരു ക്ഷണം സാറ് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഇവിടെ വന്നിട്ട് ഒരുപാട് തിരക്കിന്റെ ഇടയിലും ഇവിടെ എത്തി സാറ്. പിന്നെ ഇതേപോലെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇത്രയും സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയാണ്. എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ താഴെ. സമതയുടെ ഗൗരിയൊക്കെ ഇനി എന്നാ കാണുന്നത് സാർ? റിയലി അയ്യോ, സങ്കടങ്ങൾ. ഇപ്പോഴാണ് മെസ്സേജ് ഒക്കെ വന്നു തുടങ്ങിയത്. നമ്മളിപ്പോ കട്ടായി പോകും. ഫയർ പ്ലേസിനോട് എന്താണ് പറയാനുള്ളത്? അയ്യോ, മിന്നാമിനിങ്ങിന്റെ വെളിച്ചം പ്രിയമുള്ളവരെ മിന്നി തെളിഞ്ഞുകൊണ്ട്, പിന്നെ മിന്നാമിനിക്ക് വെളിച്ചത്തിന്റെ പ്രത്യേകം കൊണ്ട് വെളിച്ചം തരും, ചൂട് കൊണ്ട് പൊള്ളിക്കത്തില്ല കേട്ടോ. അപ്പൊ ആ ഒരു നറു വെളിച്ചം ഫയർ പ്ലേസ് ഇങ്ങനെ പരന്നുകൊണ്ടേ ഇരിക്കട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ. എല്ലാ സ്ഥലത്തും ചെറിയ ചെറിയ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടങ്ങൾ. അതൊരു ഉഗ്രം പാട്ടുണ്ടല്ലോ, ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം എന്നൊരു യേശുദാസ് പാടി നിർത്തുന്ന രസകരമായ വരികളാണ്. അത് തന്നെ, നുറുങ്ങുവട്ടം പകരം ഈ കുടുംബത്തിന് പറ്റട്ടെ. ഇപ്പോഴും
ഒരു വലിയ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഈ ചെറിയ വെളിച്ചം പങ്കുവച്ചുകൊണ്ട് ഇപ്പൊ ഇതിനകത്ത് കൂടിയിരിക്കുന്ന എല്ലാ മക്കൾക്കും നന്മയുടെ പ്രകാശം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെന്താണ്? ഓക്കെ, ഇനിതാ 18 സെക്കൻഡ് കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ദ്രുതഗതിയിൽ പോയി പോണ്ട, നമുക്ക് യാത്ര പറയാം എല്ലാവരോടും അല്ലെ. അപ്പൊ നമ്മുടെ ചില്ല ടോക്കീസ് സീസൺ 2 എപ്പിസോഡ് 1 നമ്മുടെ ബ്രാഹ്മിൻ സാറെ കൂടെ ആയിരുന്നു. നമ്മൾ 7 സെക്കൻഡിൽ പോകും. അപ്പൊ വന്ന എല്ലാവർക്കും ഹരീഷ് ബൈ 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 സാർ.